ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റീസെൻ്റായി നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുള്ള കർമ്മ എന്ന് പറയുന്ന കൊറിയൻ ഡ്രാമയാണ്. വെറും 6 എപ്പിസോഡ് മാത്രമാണ് ഇതിനുള്ളത്. ഈ ഡ്രാമയുടെ പ്ലോട്ട് പറയുവാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ്. അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. എന്നീ ആളുകൾക്ക് പരസ്പരമുള്ള കണക്ഷൻ എല്ലാം നമുക്ക് ഈ ഡ്രാമയുടെ അവസാനം മാത്രമേ മനസ്സിലാവൂ. ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോന്നും കണക്റ്റഡ് ആണെന്നുള്ളത് തന്നെയാണ്. ആദ്യമൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലും അവസാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ ഡ്രാമയിലേക്ക് കടക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പഴയ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിലായിട്ട് ഒരു ചെയറിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരാളും ഇപ്പൊ അവിടെയുള്ള മുഖം കാണിക്കാത്ത മറ്റേതൊരു വ്യക്തി ആ ബിൽഡിങ്ങിന് തീയിടുവാണ്. തീ ആ ബിൽഡിങ്ങിൽ മൊത്തത്തിലായിട്ട് പടരും. ഫയർഫോഴ്സും പോലീസും എല്ലാം സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തും. ആ ബിൽഡിങ്ങിനുള്ളിൽ കയറി അന്വേഷിക്കുന്ന ഫയർഫോഴ്സിന് ദേഹമാസകലം പൊള്ളലേറ്റി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകിട്ടും. എന്തോ ഒരു ഭാഗ്യത്തിന് അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. പെട്ടെന്ന് തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ്. ആ ഹോസ്പിറ്റലിലാണ് നമ്മുടെ കഥയിലെ നായിക ജുയോൺ വർക്ക് ചെയ്യുന്നത്. ജുയോണിന്റെ ബോയ്ഫ്രണ്ട് ജോങ്മിനും ഒരു ഡോക്ടറാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ കൊണ്ടുവന്ന ആളുടെ ജീവൻ ഇവരെ നിലനിർത്തുന്നത്. എന്നാൽ പുള്ളിയുടെ സ്കിന്നൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഒരുപാട് പുക ശ്വസിച്ചത് കൊണ്ട് തന്നെ ആ പഴയ സൗണ്ടിലേക്കും തിരിച്ചു പോകാൻ പറ്റില്ല. ഇക്കാര്യമൊക്കെ ഡോക്ടേഴ്സ് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു എമർജൻസി കേസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനും ഇയാളുടെ പേരും വിവരങ്ങളും ഒന്നും അറിഞ്ഞൂടാ. അതന്വേഷിക്കുന്ന ഡോക്ടറോട് ഇയാൾ പറയും, എന്റെ പേര് പാക് ജിയോങ്, എനിക്ക് അങ്ങനെ ഒരു ഫാമിലി ഒന്നുമില്ല. എന്തോ പാക് ജിയോങ് എന്ന പേര് കേട്ട് ജിയോൺ ഒന്ന് സ്റ്റെക്കായി പോകുന്നുണ്ട്. ഈ പേര് ഇതിനു മുന്നേ അറിയാവുന്നതുപോലെ. ഈ ഒരു സീനോടെ നമ്മുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അതായത് ആ തീപിടുത്തത്തിന് ഏതാണ്ട് 15 ദിവസങ്ങൾക്ക് മുന്നേ ഇയാളെ നമുക്ക് ഡെപ്റ്റർ അല്ലെങ്കിൽ കടക്കാരൻ എന്ന് വിളിക്കാം. കുപ്പിയും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലോട്ട് വരുമ്പോൾ 3 മാസത്തെ വാടക നീ അടച്ചിട്ടില്ല എന്നും പറഞ്ഞ് വീടിന്റെ ഓണർ ഡോറിന്റെ മുന്നിൽ എഴുതി വെച്ച് പോയിട്ടുണ്ട്. ഇവൻ അതിനൊന്നും ഒരു കൂസലുമില്ല. ഒരു പ്രത്യേക ടൈപ്പ് ജീവിതമാണ് ഇയാളുടെ. കുറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസയ്ക്ക് കടമൊക്കെ വാങ്ങി ഇപ്പൊ തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുവാണ്. അതിലിവൻ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബോസ് ഇവനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫോൺ എടുക്കുക പോയിട്ട് അതൊന്നും അവൻ കാര്യമാക്കുന്നേയില്ല. ഇതറിഞ്ഞ ആ ബോസ് നേരിട്ട് വന്ന് ഇയാളെ കൈയോടെ വെക്കും. ഈ ബോസ് ഒരു ചില്ലറക്കാരനൊന്നുമില്ല. ഇതുപോലെ പൈസ തരാതെ മുങ്ങി നടക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ഓർഗൻസ് വിറ്റ് കാശാക്കുകയാണ് ഇയാളുടെ മെയിൻ പണി. ഈ കടക്കാരനെ കെട്ടിയിട്ടിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റേതൊരാളുടെ ഓർഗൻസ് ലൈവായിട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ആകെ പേടിച്ചു പോകുന്ന ഇവനാണെങ്കിൽ ദയവേദന പറഞ്ഞു വിട്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ തന്നു തീർത്തോളാന്ന് പറയും. ശരി, ഞാൻ നിനക്ക് 1 മാസം സമയം തരുന്നു. 30 ദിവസത്തിനുള്ളിലും നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ നിന്റെ ബോഡി പാർട്സ് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അങ്ങനെ ഇപ്പൊ ഇവനെ 1 മാസത്തെ അവധി കൊടുത്ത് ഇവർ പറഞ്ഞയക്കുവാണ്. എന്നാൽ ഇവൻ ഒരു ഐഡിയ ഇല്ല പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന്. ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തിരിച്ച് പൈസ ചോദിക്കുമ്പോൾ ഇവൻ ചീത്ത പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇവൻ വർക്ക് പ്ലേസിലെ തന്റെ ബോസ് അവിടെയുള്ള ഒരു ഹാഫ് കൊറിയക്കാരൻ, അതായത് പകുതി ചൈനീസ് പകുതി കൊറിയൻ, ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് കാണുന്നത്. കമ്പനി ഇപ്പൊ നല്ല രീതിയിലൊന്നുമല്ല പോകുന്നത്. ഒരുപാട് എംപ്ലോയീസിനൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്ന് ഇയാൾ ഈ ചൈനക്കാരനോട് പറയുമ്പോൾ, ഞാനൊരു ചൈനക്കാരനായതുകൊണ്ടാണോ താൻ എന്നെ പറഞ്ഞു വിടുന്നത്? എന്റെ മോള് പനി പിടിച്ചു കിടക്കുക, എനിക്ക് വീട്ടിലോട്ട് പൈസ അയക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? നീ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഈ മാസം കഴിയുക. മുകളിലുള്ളവർ പറയുന്ന പോലെയല്ലേ കേൾക്കാൻ പറ്റൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന ദേഷ്യം വരുന്ന ചൈനക്കാരനാണെങ്കിൽ ഇയാളെ കത്തി കാണിച്ച് പേടിപ്പിക്കുവാണ്. അപ്പോഴേ നമ്മുടെ കടക്കാരന് മനസ്സിലായി പുള്ളി ചില്ലറക്കാരനല്ല. ഈ ചൈനക്കാരൻ ഇപ്പൊ വീട്ടിലോട്ട് വിളിക്കും. 2 ദിവസം മുന്നേ അല്ലേ ഞാൻ പൈസ അയച്ചേ, പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, നീ പേടിക്കാതിരിക്കുന്നൊക്കെ ഇയാൾ ഭാര്യയോട് പറയുന്നുണ്ട്. ഈ സമയമാണ് ഈ ചൈനക്കാരന്റെ കയ്യിലായിട്ടുള്ള ഒരു പ്രത്യേക തരം ടാറ്റു ഈ കടക്കാരൻ ശ്രദ്ധിക്കുന്നത്. ഇവൻ കൊറിയൻ ചൈനീസ് ടാറ്റു എന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കും. അതിലൊരു ടാറ്റു ഈ ചൈനക്കാരന്റെ കയ്യിലുള്ള അതേപോലത്തെ ടാറ്റു ആണ്. അത് ഈ കൊറിയൻ ചൈനീസ് വിഭാഗത്തിൽ പെടുന്ന ചില മാഫിയ ഗ്രൂപ്പുകളിലുള്ള ആളുകളുടെ ടാറ്റു ആണ്. ഇതും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ അച്ഛന്റെ കോള് വരുന്നത്. എന്നാൽ വിളിച്ചതൊരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ഇവന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ആണ്. ഇവന്റെ അച്ഛന്റെ ആക്സിഡന്റ് ഉണ്ടായ വണ്ടിയുടെ ഡ്രൈവറും അവിടെ തന്നെയുണ്ട്. നമ്മുടെ കടക്കാരനെ കാണുമ്പോൾ ഈ ഡ്രൈവർ ആണെങ്കിൽ നൈസായിട്ട് മാറ്റി നിർത്തി, തന്റെ അച്ഛൻ പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് വരുമായിരുന്നു, ഞാൻ വെട്ടിച്ച് മാറ്റാൻ ഒരുപാട് നോക്കി, ഇത് വെറുതെ കേസൊന്നും ആക്കരുതെന്ന് പറയും. ഈ ഡ്രൈവറെ കണ്ടാലേ അറിയാം ആള് കുറച്ച് റിച്ചാണ്. വലിയ കാറൊക്കെ ഉണ്ട്. കടക്കാരൻ വെറുതെ വിടോ, നൈസായിട്ട് അതൊക്കെ മുതലാക്കും. എന്റെ അച്ഛൻ അത്യാവശ്യം പ്രായമുള്ളതാ, എന്തെങ്കിലുമൊക്കെ പറ്റിയാ ആരെ സമാധാനം പറയുക? കുറച്ച് എക്സ്റേ എടുത്ത് മരുന്നും കൊടുത്ത് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതെനിക്കും അറിയാം, അതുകൊണ്ട് ഇത് പിടിച്ചോളാൻ പറഞ്ഞ് ഈ ഡ്രൈവർ ഇവന് കുറച്ച് പൈസ കൊടുക്കും. 5 മില്യൺ ആണ് കൊടുക്കുന്നത്. ഇവൻ എന്ത് ചെയ്യും? അതിൽ നിന്ന് 2 മില്യൺ പോക്കറ്റിലാക്കി 3 മില്യൺ ആണ് അച്ഛന്റെ കൈ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ വണ്ടി ഇടിച്ച ആള് എന്റെ ഒരു പഴയ ഫ്രണ്ടാ. കേസൊക്കെ ആക്കി വെറുതെ അവന് തലവേദന വരുത്തണ്ട. ഫിനാൻഷ്യലിയും അവൻ അത്ര നല്ല നിലയ്ക്കൊന്നുമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കിതങ്ങ് വെറുതെ വിടാം. നീ അതിൽ എല്ലാവരും ഭൂലോക തോൽവിയാണല്ലോടാന്നും പറഞ്ഞിരിക്കുവാണ് ഇവന്റെ അച്ഛൻ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഇവന്റെ അച്ഛന്റെ ആക്സിഡന്റ് വിവരം അറിഞ്ഞ് ഒരു ചർച്ച് ലേഡി വരുന്നുണ്ട്. ഇവർ ഒരേ നെയ്ബർഹുഡിലാണ് താമസിക്കുന്നത്. പള്ളിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞ്. അപ്പോഴേക്ക് ഓടി വരികയായിരുന്നു. ഇവരത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കടക്കാരൻ വിചാരിക്കും ഇവരെ ഡേറ്റിങ്ങിലാണെന്ന്. ഓ, അപ്പൊ ഇതാണല്ലേ പരിപാടി? വെറുതെ അല്ല എന്റെ റെന്റൊന്നും സമയത്ത് അടയ്ക്കാത്ത. പൈസയൊക്കെ ഇങ്ങോട്ടേക്കാണല്ലേ പോകുന്നത്. വയസ്സാം കാലത്ത് ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കേണ്ടെന്നും പറഞ്ഞ് ഇവൻ പോകുമ്പോൾ എനിക്ക് എന്റെ മകനെ നന്നായിട്ട് വളർത്താൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഇവന്റെ അച്ഛൻ ഈ സ്ത്രീയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കേസൊന്നും ഇല്ലാതെ കാര്യം സോൾവ് ആയെന്ന് അറിയാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന ഡ്രൈവറുടെ അടുത്തേക്ക് ചെല്ലുന്ന കടക്കാരൻ, നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ? മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഒരു 3 മില്യൺ കൂടെ താ. ഇത് ഞാൻ ആരോടും പറയില്ല. ഇവൻ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്ന് ഡ്രൈവറിന് മനസ്സിലായി. എന്നാൽ വേറെ വഴിയൊന്നുമില്ല, അയാൾ പൈസ എടുത്തു കൊടുക്കും.
അന്ന് രാത്രി ഇവൻ അച്ഛൻ താമസിക്കുന്നിടത്ത് വന്ന് അവിടെ എല്ലാം പൈസയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇവൻ കാണുന്നത്. എന്തെങ്കിലും രോഗം ബാധിച്ചോ അതോ വല്ല ആക്സിഡന്റോ പറ്റിയോ ഇവന്റെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് കിട്ടാൻ പോകുന്നത് 500 മില്യൺ ആണ്. ഇത് കണ്ട് ഇവന്റെ കണ്ണൊക്കെ അങ്ങ് തള്ളിപ്പോവും. 50 മില്യണേ. ഇപ്പോൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഇവന്റെ അടുത്തേക്ക് വന്ന് തങ്ങൾക്ക് സിഗരറ്റ് വാങ്ങി തരുമെന്ന് ചോദിക്കും. മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നേരിട്ട് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. എന്നിവനാണെങ്കിൽ ജാടയൊക്കെ കാണിച്ച് അവരെയും ചീത്ത പറഞ്ഞ് വാങ്ങി കൊടുക്കാതെ പോകും. എന്നവന്മാര് വെറുതെ വിടില്ല. ഇവന്റെ പിറകെ പിന്തുടർന്ന് ഒരു ഭാഗത്തെത്തുമ്പോൾ അടിച്ചു നിലത്തിടും. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും വാച്ചും ഒക്കെ എടുത്താണ് അവന്മാര് സ്ഥലം കാലിയാക്കുന്നത്. പിറ്റേന്ന് ബോസും കൂട്ടരും തന്നെ കൊല്ലുന്നതും സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന ഇവൻ ഹോസ്പിറ്റലിലാണുള്ളത്. ആ ഹൈസ്കൂൾ സ്റ്റുഡൻസിന്റെ അടിയും വാങ്ങി ബോധം കിട്ടിയിടുന്ന ഇവനെ ആരോ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. എഴുന്നേറ്റ പാടെ ഇവ നോക്കുന്നത് ഇനി പൈസ കൊടുക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ടെന്ന 27 ദിവസം കൂടെയുണ്ട്. തൊട്ടടുത്തായിട്ട് ഇവന്റെ അച്ഛൻ അവിടെയുള്ള പോലീസുകാരൻ ചീത്ത പറയുന്നുണ്ട്. ഇത്രയും സമയമായിട്ടും ഇതാരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ട്. ആ പോലീസുകാരൻ പറയും ആ സ്ഥലം CCTV ഒന്നും ഇല്ലാത്തതാ, അതുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്നാൽ കടക്കാരനാണെങ്കിൽ കേസൊന്നും ഇല്ലാന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അവിടെ നിന്ന് പോകുമ്പോഴാണ് നേരത്തെ പോലീസുകാരൻ പറഞ്ഞ കാര്യം ഇവൻ ഒന്നുകൂടെ ഓർമ്മ വരുന്നത്. അതായത് തന്നെ ആ ഹൈസ്കൂൾ സ്റ്റുഡൻസ് അടിച്ചു വീഴ്ത്തിയ സ്ഥലത്ത് CCTV ക്യാമറാസ് ഇല്ല. ഇവൻ നേരെ വീട്ടിൽ ചെന്ന് തന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളെ വിളിക്കും. അയാളുടെ അടുത്ത് നിന്നും ആ ചൈനക്കാരന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി അയാളെ കാണാനായിട്ട് പോകും. അയാളിപ്പോൾ ഈ വണ്ടിയുടെ പാർട്സ് ഒക്കെ തൂക്കി വിൽക്കുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇയാളെ കാണാൻ വരുന്ന കടക്കാരനാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തിനാ ഇപ്പം ഇവിടെ വന്നെന്ന് ചോദിക്കുന്ന ചൈനക്കാരനോട് എനിക്കതേ നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന്. അത്രയും പൈസ കിട്ടുന്ന ഒരു ജോലി വേണം. ജോലി വെടിപ്പായി ചെയ്താൽ 16 മില്യൺ കൈ തരും. ജോലി എന്താന്ന് തിരക്കുന്ന ചൈനക്കാരനോട് ഇവൻ പറയും നീ ഒരാളെ കൊല്ലണം, എൻ്റെ അച്ഛനെ. അങ്ങനെ ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇവൻ ചൈനക്കാരന് പറഞ്ഞു കൊടുക്കും. എല്ലാ ശനിയാഴ്ച എൻ്റെ അച്ഛൻ പള്ളി പോകാറുണ്ട്. തിരിച്ചു വരുന്ന സ്ഥലത്ത് CCTV ക്യാമറാസ് ഒന്നുമില്ല. ആ ഇടവഴിയിൽ വെച്ച് കാര്യം നടത്തിയാൽ മതി. എന്നാൽ കൊലപാതകമല്ല, ആക്സിഡന്റ് ആയിട്ട് വേണം തോന്നാൻ. അല്ലെങ്കിൽ ആദ്യം പോലീസുകാർ എന്നെയായിരിക്കും സംശയിക്കുന്നത്. ആകെ എത്രയും ചെയ്താൽ മതി. ആ ഇടവഴിയിലെത്തുമ്പോൾ വണ്ടി കൊണ്ടുവന്ന് കയറ്റുക. 200 മില്യൺ ആണ് ഇൻഷുറൻസ് തുക. നിനക്ക് 30% തരും, അതായത് 60 മില്യൺ. കാര്യം കഴിഞ്ഞ പൈസയും കൂടെ നിനക്ക് ചൈനയിലോട്ട് പോവാം. കാര്യം സിമ്പിൾ. എന്നാൽ ഇപ്പം ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ചൈനക്കാരൻ ചോദിക്കും ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കാനാണ്? കടക്കാരനാണെങ്കിൽ ഇതെല്ലാം ഇത്രയും നേരം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് ചൈനക്കാരന് കൊടുത്തിട്ട് ഞാനെങ്ങാനും നിന്നെ ചതിക്കുവാണെങ്കിൽ നിനക്കിത് പോലീസിനെ ഏൽപ്പിക്കാം. നിന്നോട് കൃത്യം ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന റെക്കോർഡിംഗ് ആണ് ഇതിലുള്ളത്. അങ്ങനെ ഇപ്പോൾ കാര്യം ചെയ്യാൻ ചൈനക്കാരെ സമ്മതിക്കും. എന്നാൽ പിറ്റേന്ന് ഇയാൾ വീണ്ടും കടക്കാരനെ കാണാൻ വേണ്ടി വരും. ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ച് ഇവൻ ചീത്ത പറയുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അന്വേഷിച്ചു. നിന്റെ ഇൻഷുറൻസ് തുക 200 അല്ലാന്നും 500 ആണെന്ന് ഞാൻ അറിഞ്ഞു. 500 ആകുമ്പോൾ അതിന്റെ 30%, അതായത് 180 മില്യൺ നീ എനിക്ക് തരണം. പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഡീല് നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. കടക്കാരനാണെങ്കിൽ ഒരു വഴിയുമില്ല, എങ്ങനെയെങ്കിലും ഈ ഒരു തുക കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ആ ബോസും കൂട്ടരും ഇവന്റെ ജീവനെടുക്കും. അങ്ങനെ 180 മില്യൺ കൊടുക്കാൻ ഇവൻ സമ്മതിക്കും. പിറ്റേന്ന്, അതായത് ഇവന്റെ അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത ദിവസം താൻ എവിടെയായിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ അതിലൊരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവൻ ഇവിടെയൊക്കെ ആയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് കുറച്ച് വിറ്റ്നസിനെയൊക്കെ ഇവൻ ഒപ്പിക്കും. അതായത് ഇവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഇവർ ഭക്ഷണം കഴിക്കും. ഒരു ബാറിൽ പോയി കുറച്ച് സമയം അവിടെ നിൽക്കും. അവിടെയുള്ള ലേഡീസിന് ഒരു വലിയ തുക ടിപ്പ് നൽകും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇവന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ശേഷം ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കും. അവിടെയുള്ള സ്റ്റാഫ് തന്നെ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ നോക്കി ചിരിക്കുന്നുണ്ട്. അതായത് വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവൻ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിറ്റേന്നായിട്ടും അച്ഛന്റെ കാര്യം പറഞ്ഞ് ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഓൺലൈനിലും അവൻ സെർച്ച് ചെയ്യുന്നുണ്ട് വല്ല ആക്സിഡന്റ് കേസും വന്നിട്ടുണ്ടോന്ന്. പെട്ടെന്ന് ഇവനെ പോലീസുകാർ കോൾ ചെയ്യാണ് ഇവന്റെ അച്ഛന്റെ ബോഡി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ്. മനസ്സിൽ ഇത് കഴിഞ്ഞ് കിട്ടുന്ന തുകയുടെ സന്തോഷമാണെങ്കിലും അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ലല്ലോ. ബാത്റൂമിൽ ചെന്ന് അതിനുള്ള റിഹേഴ്സലൊക്കെ എടുത്താണ് ഇവൻ ബോഡി കാണാൻ വേണ്ടി പോകുന്നത്. ബോഡി കാണും അത് ഇവന്റെ അച്ഛന്റെ തന്നെയാണ്. വലിയൊരു അഭിനയം തന്നെ അവൻ കാഴ്ചവെക്കും. ലാസ്റ്റ് നൈറ്റ് ഉണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ സംഭവിച്ചതാ. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ലെന്നോ? ഇങ്ങനെയാണോ നിങ്ങൾ കേസ് അന്വേഷിക്കുന്നത്? ആ മരിച്ചു കിടക്കുന്നത് എന്റെ അച്ഛനാ. ഇത്രയ്ക്ക് അനാസ്ഥ പാടുണ്ടോ? ഇപ്പൊ എല്ലായിടത്തും CCTV വരെയില്ലേ, എന്നിട്ടും ഒരു തെളിവും കിട്ടിയില്ലേ എന്നീ പോലീസുകാരൻ പറയും. ഇത് വെറും ഒരു ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇതാരോ മനഃപൂർവ്വം തന്റെ അച്ഛനെ കൊല്ലാനായിട്ട് ചെയ്തതാ. അത് തെളിയിക്കുന്ന ഒരു വിറ്റ്നസ് ഞങ്ങൾക്കുണ്ട്. കടക്കാരൻ ഒന്ന് ഷോക്കായി പോകും. കാരണം ഈ ഒരു ടെസ്റ്റ് അവന്റെ സ്ക്രിപ്റ്റിലില്ല. വിറ്റ്നസ് വേറെ ആരുമല്ല, ഇവന്റെ അച്ഛന്റെ നെയ്ബർഹുഡിലെ ആ ചർച്ച് ലേഡിയാണ്. ഒരാൾ കൊണ്ടുവന്ന് ഇവന്റെ അച്ഛനെ കാർ ഇടിപ്പിക്കുന്നതും ശേഷം കാറിൽ നിറങ്ങി വന്ന് ഇവന്റെ അച്ഛനെ നോക്കുന്നതും എല്ലാം ഈ ഒരു ലേഡി കണ്ടിട്ടുണ്ട്. ഇവരാണ് അപ്പോൾ തന്നെ സംഭവം പോലീസിനെ അറിയിച്ചത്. തന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി പോവാണെന്നുള്ള പേടിയാണ് കടക്കാരന്. എന്തായാലും ഇതൊരു ആക്സിഡന്റാ, എന്റെ അച്ഛൻ ആരും കൊല്ലാനൊന്നും നോക്കില്ല. അങ്ങനെ അച്ഛന് ശത്രുക്കൾ ആരുമില്ല. നല്ല സത്യസന്ധമായ ജീവിതം നയിച്ചു വന്നേ. ഇത് കേൾക്കുന്ന പോലീസുകാരൻ പറയും നിങ്ങൾ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നതിന് ഈ വിറ്റ്നസ് മാത്രമല്ല കാരണം. കാർ ആക്സിഡന്റ് സംഭവിച്ച ഒരാളെ ഒരിക്കലും മണ്ണിനടിയിൽ നിന്ന് കിട്ടില്ലല്ലോ. നിന്റെ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയത് മലമുകളിൽ കുഴിച്ചിട്ട നിലയിലാണ്. ഇത് കഥ അവിടെ നിന്നും പോയല്ലോ ഈശ്വരാന്നും പറഞ്ഞാണ് കടക്കാരൻ നിൽക്കുന്നത്. ഇപ്പൊ ചൈനക്കാരന്റെ കൈ കിട്ടിയ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇവന്. സംഭവത്തെന്ന് നോക്കിയ വ്ളോഗറായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ലേഡിയാണ് ഇത് കണ്ട് പോലീസിനെ അറിയിക്കുന്നത്. ഒരു നായ എങ്ങനെ ശബ്ദം ഉണ്ടാക്കി മണ്ണ് മാന്തുന്നത് കണ്ട് അതിനെ ഓടിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് കടക്കാരന്റെ അച്ഛനെ താഴെ മണ്ണിൽ കുഴിച്ചിട്ട രീതിയിൽ ഈ പെണ്ണ് കാണുന്നത്. ഇവിടെ വെച്ച് കേട്ടാകുമ്പോൾ ഇപ്പോൾ ഒരുത്തനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേര് സാങ്ങുൻ. ഇവനൊരു ഡോക്ടറാണ്. ഒരു ഡേറ്റിംഗിന് വേണ്ടി വന്നിരിക്കുവാണ്. ഇവളാണ് യൂജോ. രണ്ടുപേരും പരിചയപ്പെട്ട അടുപ്പത്തിലായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സാങ്ങുൻ ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ഇവിടെ അടുത്ത് നല്ലൊരു ഡെസേർട്ട് പ്ലേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ
ഇന്ന് എനിക്ക് നൈറ്റ് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാ തോന്നുന്നതെന്ന് പറയുള്ളൂ. അത് കേട്ടത് സാങ്ങുനാണെങ്കിൽ അങ്ങ് ടെൻഷനായി പോകും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റൂം ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ചെല്ലും. ഇവനാണെങ്കിൽ ഇവളുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര നെർവസ് ആവുകയാണ്. ഞാനൊരു മെഡിക്കേഷനിലാണ്, എനിക്ക് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുമ്പോൾ അവളാണെങ്കിൽ അവന് നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കൊടുക്കും. അങ്ങനെ അന്ന് നൈറ്റ് രണ്ടുപേരോടെ സ്പെൻഡ് ചെയ്യും. ഇടയ്ക്ക് രാത്രിയിൽ വെച്ച് യൂജങ്ങിന് ഒരു കോൾ വരും. അവളുടെ ഫ്രണ്ടിന്റെ അച്ഛൻ മരിച്ചുപോയെന്നും പറഞ്ഞ് ഞാൻ നിനക്കൊരു വണ്ടി ബുക്ക് ചെയ്ത് തരാം, ഞാൻ മദ്യപിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് സാങ്ങുൻ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ടാക്സി വിളിച്ച് പോകാൻ അറിയാമെന്നും പറഞ്ഞ് ഇവൻ തന്നെ കൊണ്ടാക്കാത്തതിലുള്ള ദേഷ്യത്തിലാണ് യൂജോ. പിന്നെ കാര്യം മനസ്സിലാക്കി സാങ്ങുൻ തന്നെ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കും. പോകുന്ന വഴി ഞാൻ എത്താറായെന്നും പറഞ്ഞ് ഇവൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. സാങ്ങുനാണെങ്കിൽ ഉറക്കക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ ഇവൻ ഭയങ്കര സ്ലീപ്പി ആണെന്ന് കണ്ട് ഡ്രൈവിംഗിന്റെ ഇടയിൽ ഉണർന്നിരിക്കാൻ വേണ്ടി ഇവളാണെങ്കിൽ ഇവനെ ഇങ്ങനെ ടച്ച് ചെയ്യുവാണ്. അവനാണെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ അത് കേൾക്കാതെ ഇവളാണെങ്കിൽ ഇവനെ കിസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നേരെ ഒരാളെ പോയി ഇടിക്കുവാണ്. ഇവർക്ക് മനസ്സിലായി ഇവരാരെയോ ഇടിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. സാങ്ങുൻ പതിയെ ഇറങ്ങി ചെന്ന് ആളെ നോക്കുമ്പോഴേ ഇതാ കടക്കാരന്റെ അച്ഛനാണ്. അതായത് അയാളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റോറിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആള് മരിച്ചിട്ടുമുണ്ട്. താൻ വണ്ടി ഇടിച്ച് ഒരാളെ കൊന്നു എന്ന് മനസ്സിലാക്കി ഷോക്കിലാണ് സാങ്ങുൻ. സംഭവം അറിഞ്ഞ് പേടിച്ചു പോകുന്ന യൂജങ് ആണെങ്കിൽ പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. സാങ്ങുൻ പോയി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഒന്നാമത് ഇവൻ മദ്യപിച്ചിട്ടുമുണ്ട്. പോലീസ് വന്നാൽ എന്തായാലും ഇവൻ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പോലീസിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞ ആ ഒരു ടെൻഷനിൽ ഇവനാണെങ്കിൽ ഇവനോട് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതോടാണ് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാത്ത, നീ എന്തിനെന്നെ കൂടെ കുടിപ്പിച്ചേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടാന്ന് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുന്ന സാങ്ങുന് ദൂരെന്ന് വരുന്ന ഒരു കാർ കാണിച്ചു കൊടുക്കുവാണ് സാങ്ങുൻ. പെട്ടെന്ന് തന്നെ ബോഡി എടുത്ത് അവർ കാറിന്റെ മറവിൽ ഒളിപ്പിക്കും. ഈ പോയ കാറാണെങ്കിൽ ഇവരെ കണ്ട് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതിലുള്ളത് രണ്ട് കപ്പിൾസ് ആണ്. എന്താ വല്ല ആക്സിഡന്റും പറ്റിയോ? അതാ ടേണിൽ വെച്ച് എന്റെ കാർ ഒന്ന് സ്കിഡായി. ഞാൻ ഓൾറെഡി ആളെ വിളിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ദ ഗേൾഫ്രണ്ട് വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ, പൊക്കോളം പറഞ്ഞ് സാങ്ങുൻ ഇവരെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ആ കപ്പിൾസിൽ അവൻ ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പ്ലേസ് അറിയോ, ഞങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കാനായിരുന്നു. സാങ്ങുനാണെങ്കിൽ ഇവര് സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം അറിഞ്ഞു കൊടുക്കും. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോഴാണ് അവർക്ക് ശ്വാസം ഒന്ന് നേരെ വിടുന്നത്. എന്നീ കപ്പിൾസ് വെറും പാസഞ്ചേഴ്സ് അല്ല. നീ അവരുടെ ഫോട്ടോ എടുത്തില്ല അല്ലേ എന്ന് കപ്പിൾസിലെ പോയി ഗേളിനോട് ചോദിക്കുമ്പോൾ അവന്റെ കൂടെ കാറിൽ ഒരു പെണ്ണുണ്ട്, ഞാൻ എങ്ങനെ എടുക്കാനാന്ന് ചോദിക്കുവാണ് അവൾ. ഇവിടെ സാങ്ങുനാണെങ്കിൽ നേരെ ബോഡി എടുത്ത് ഡിക്കിയിലോട്ടിടും. എന്താ നിങ്ങൾ ചെയ്യുന്നേ എന്നോട് പറയാൻ പറഞ്ഞ് യൂജോങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് നോക്ക്, നല്ല തണുപ്പുള്ള രാത്രി അത്. പിന്നെ ഇയാള് ഏതോ ഒരു വഴിയാത്തക്കാരൻ. ഇയാളെ കാണാണ്ടായാലും ആരും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. നമുക്കിപ്പോ നേരെ മൗണ്ടെയിൻസിലോട്ട് പോകാം, പോകുന്ന വഴി എല്ലാം സംസാരിക്കാം. ഇപ്പോഴാണ് പെട്ടെന്ന് സൈഡിലായിട്ട് രണ്ടുപേരുടെ ശബ്ദം കേൾക്കുന്നത്. അവിടെ ഇത്രയും നേരം ഇതെല്ലാം കണ്ട ഒരാളുണ്ടായിരുന്നു. ഇവര് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. ഇയാളെ നമുക്ക് വിറ്റ്നസ് എന്ന് വിളിക്കാം. സാങ്ങനും യൂജങ്ങും തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന വിറ്റ്നസ് ആണെങ്കിൽ സൈക്കിൾ എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുവാണ്. എന്ന് ഇയാളെ വെറുതെ വിട്ട പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന സാങ്ങുനാണെങ്കിൽ ഓടിച്ചെന്ന് സൈക്കിളോടെ ഇയാളെ തള്ളിയിടും. ആ വീഴ്ചയിലെ വിറ്റ്നസിന്റെ ബോധവും പോവും. പിന്നെ കടക്കാരന്റെ അച്ഛന്റെ കൂടെ ഇയാളെയും ഡിക്കിയിലാക്കി രണ്ടുപേരും കൂടെ കാതും എടുത്തു പോകും. പോകുന്നത് ഒരു മലമുകളിലോട്ടാണ്. നിങ്ങൾ അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ മാത്രമാണ് ഏക വിറ്റ്നസ്. നിനക്ക് എന്താ ഇപ്പൊ തോന്നുന്നേ? ഡിക്കി കിടക്കുന്ന വിറ്റ്നസിനാണെങ്കിൽ ഈ സമയം ബോധം വരും. തൊട്ടടുത്തായിട്ട് ഒരു ഡെഡ് ബോഡിയും കൂടെ കാണുമ്പോൾ അയാൾ അവിടെ കിടന്ന ശബ്ദം ഉണ്ടാക്കും. ഇത് കേട്ട് സാങ്ങുനാണെങ്കിൽ ഇറങ്ങി ചെന്ന് അയാളെ കുറെ ഉപദ്രവിക്കുന്നുണ്ട്. അയാൾ പറയും, ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. ദയവേദന കൊല്ലാതെ വെറുതെ വിടണം. ഒരാളെ കൊന്നാലും രണ്ടുപേരെ കൊന്നാലും ഒരേപോലെയാ. നീ നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങ് പറഞ്ഞാ. ഫിറ്റ്നസിന് മനസ്സിലാവില്ല അവൻ എന്തിനാണ് തന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കും. സാങ്ങുനാണെങ്കിൽ ഇപ്പോൾ ഇയാളുടെ അക്കൗണ്ടിലോട്ട് ഒരു വലിയ തുക അയച്ചു കൊടുക്കും. ശ്രദ്ധിച്ചു കേൾക്ക്, ഇപ്പൊ തൊട്ട് നമ്മൾ കൂട്ടുകക്ഷികളാ. ഇപ്പൊ ഞാൻ നിന്നെ ഇവിടെ ഉപേക്ഷിക്കുവാണെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. പക്ഷെ ഇപ്പൊ നിനക്ക് ജീവനും കിട്ടി, പൈസയും കിട്ടി. അതുകൊണ്ട് വന്നെന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടെ കടക്കാരന്റെ അച്ഛനെ അവിടെ കുഴിച്ചിടും. ഇപ്പൊ മനസ്സിലായില്ല അയാളുടെ അച്ഛൻ എങ്ങനെയാണ് മലമുകളിൽ വന്നതെന്ന്. എന്നാൽ പക്ഷെ ചൈനക്കാരൻ കൊന്ന് ഇയാളുടെ അച്ഛൻ എങ്ങനെ ഇവരുടെ വണ്ടിയുടെ മുന്നിൽ പെട്ടു എന്നത് ഇപ്പോൾ സംശയമാണല്ലേ. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ അയാളെ കുഴിച്ചിട്ട് 3 പേരുടെ കാത് കയറും. കുഴി മാന്തിയ സമയം സാങ്ങുന്റെ കൈയിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സമയം ഈ വിറ്റ്നസ് സാങ്ങുനോട് പറയും, അതെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ 10 മില്യൺ കുറച്ച് കുറഞ്ഞു പോയില്ലേ, ഒരു 10 മില്യൺ കൂടെ തരുമോ? അതെ, വിറ്റ്നസ് സംഭവം മുതലാക്കുവാണ്. എന്നാൽ കൊടുത്തില്ലെങ്കിൽ സാങ്ങുന് കൊലക്കേസിൽ അകത്ത് പോകേണ്ടി വരും. ശരി, ഞാനൊരു 20 മില്യൺ തരാം. പിന്നീട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. വിറ്റ്നസും അതിന് സമ്മതിക്കും. ശേഷം യൂജോങ്ങിനെ ഡ്രോപ്പ് ചെയ്യുന്ന സാങ്ങുൻ, നീ ആദ്യം ഒന്ന് ഫ്രഷ് ആയി കുറച്ചു നേരം ഉറങ്ങ്, എന്നിട്ട് എന്നെ വിളിക്ക്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്കറിയില്ല, എന്തായാലും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവളെ പറഞ്ഞു വിടും. ഇപ്പൊ വിറ്റ്നസ് ഇറങ്ങി വന്ന് പറയും, എന്നാൽ ഞാനും വീട്ടിലോട്ട് പോവാം. പക്ഷെ പറഞ്ഞ 20 മില്യൺ എനിക്ക് അയച്ചു തന്നിട്ടില്ല. സാങ്ങുൻ അത് വിറ്റ്നസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ നിമിഷം തൊട്ട് നിനക്ക് എന്നെ അറിയില്ല, നീ ഒന്നും കണ്ടിട്ടില്ല. അത് സംബന്ധിച്ച് വിറ്റ്നസ് പോവും. എന്നാൽ അയാളെ വീണ്ടും തിരിച്ചു വരും. വണ്ടി പൈസ തരുമെന്ന് ചോദിച്ചു. ഇവനൊരു തലവേദന ആയിരിക്കുവാണ്. എന്നാൽ സാങ്ങുൻ അത് എടുത്തു കൊടുക്കും. അവന്റെ കൈയാണെങ്കിൽ കുത്തി കീറിയിരിക്കുവാണ്, നല്ല വേദനയുണ്ട്. ഇവന്റെ കാതിന്റെ ചില്ലൊക്കെ പൊട്ടിയിരിക്കുവാണല്ലോ. കാതിപ്പോ റിപ്പയറിങ്ങിന് കൊടുക്കും. നല്ലൊരു തുക അവിടെ തന്നെ ആവുന്നുണ്ട്. അന്ന് ഇവനിട്ടിരുന്ന ഡ്രസ്സും ഡാഷ് ക്യാം ദൃശ്യവും എല്ലാം കൂടെ ഇവൻ വേസ്റ്റ് കൊണ്ടുപോയി കളയും. ഇപ്പൊ ഇവൻ അറിയാതെ ഇവന്റെ പിറകെ സീക്രട്ടായി ആ കപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവരിവന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നിവരാരാണെന്ന് നമുക്കറിയില്ല. സാങ്ങുനാണെങ്കിൽ തന്റെ കയ്യിലെ മുറിവ് സ്വയം ട്രീറ്റ് ചെയ്യാൻ നോക്കുവാണ്. വേറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ ചോദ്യമായി പറച്ചിലായി. അതുകൊണ്ടായിരിക്കും. എന്നാൽ വേദനയാണെങ്കിൽ അവന് സഹിക്കാനും പറ്റുന്നില്ല. പൈസയൊക്കെ കുറെ ചെലവായത് കൊണ്ട് തന്നെ വളരെ ടൈറ്റിലുമാണ് അവൻ. എനിക്ക് പൈസയുടെ കുറച്ച് അത്യാവശ്യമുണ്ട്, നിന്റെ കയ്യിൽ എന്തെങ്കിലും എടുക്കാനുണ്ടാകുമെന്ന് ഇവൻ യൂജോങ്ങിന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ കോൾ ചെയ്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും എടുക്കാനില്ലാത്ത അവസ്ഥയാണെന്ന്. എനിക്ക് മനസ്സിലാക്കാം, ഞാൻ വല്ല ലോൺ നോക്കിക്കോളാം ഇവൻ പറയും.
കൈയിന്റെ വേദന അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. സ്റ്റാഫിനോട് പറയും ഒരു 30 മിനിറ്റ് ഒരു പേഷ്യന്റിനെയും അകത്തോട്ട് കടത്തിവിടണ്ടാന്ന്. ശേഷം അവൻ റൂമിലേക്ക് വന്ന് വീണ്ടും ആ ഒരു മുറിവ് കെട്ടിവെക്കാൻ നോക്കുവാണ്. ഈ സമയം ആരോ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ ആരും കടത്തിവിടണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഇവൻ നോക്കുമ്പോൾ അത് ആ വിറ്റ്നസ് ആയിരുന്നു. ഞാൻ കാറിൽ വെച്ച് സാറിന്റെ ബിസിനസ് കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ അഡ്രസ്സ് കിട്ടി. അന്ന് രാത്രി ഞാൻ നന്നായിട്ട് പണിയെടുത്തതുകൊണ്ടായിരിക്കും ദേഹമൊക്കെ വല്ലാത്ത വേദന. സാറ് പിന്നെ ഫിസിക്കൽ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന സാഗ്യം ചോദിക്കും, എന്താടാ നീ കളിക്കുവാണോ? എന്തിനാ നീ ഇപ്പൊ ശരിക്കും ഇവിടെ വന്നേ? അത് ഞാൻ കുറെ ചിന്തിച്ചു. എന്തോ പെട്ടെന്നൊരു തോന്നില്ല. നമ്മൾ ചെയ്തത് എങ്ങനെയാണെങ്കിലും തെറ്റല്ലേ? ഒരു മനുഷ്യനെയാ നമ്മൾ കൊന്നു കുഴിച്ചിട്ടിരിക്കുന്നത്. താൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ ചെയ്യില്ല. ഞാൻ വാക്ക് തന്നതല്ലേ. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 30 മില്യണും കൂടെ കിട്ടിയ ഓക്കെ ആയിരുന്നു. അവിടെ വെച്ച് സീൻ കട്ടാകുമ്പോൾ ഇപ്പൊ നേരെ കടക്കാരന്റെ അടുത്തേക്ക് വന്ന അച്ഛന്റെ ബോഡി കാണുന്നതിന് മുന്നേ ബാത്റൂമിൽ അഭിനയിച്ചിട്ടല്ലേ ഇവൻ പോയിട്ടുണ്ടായിരുന്നത്. ഇവന്റെ റിഹേഴ്സലെല്ലാം അപ്പുറത്തെ ബാത്റൂമിലുണ്ടായിരുന്ന ഒരു പോലീസുകാരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജീഹുൻ എന്നാണ് ഈ പോലീസുകാരന്റെ പേര്. ജീഹുൻ ഇപ്പൊ കടക്കാരന്റെ അടുത്ത് വന്ന് ചോദിക്കും, അച്ഛൻ മരിച്ച സമയത്ത് താൻ എവിടെയായിരുന്നു എന്നൊന്ന് പറയാവോ? ഇപ്പോ പറയുന്നതിന് പ്രയാസമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇവൻ എന്ത് പ്രയാസം? ഇവനതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതല്ലേ. എവിടേക്കായിരുന്നു അന്നുണ്ടായിരുന്നതെന്ന് ഇവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ജീഹുൻ ആണെങ്കിൽ അവിടെ എല്ലാം പോയി അന്വേഷിക്കും. അത് കറക്റ്റ് ആയിരുന്നു എന്ന് ഉറപ്പാക്കും. ആ ബാറിലെ ലേഡീസ്, റെസ്റ്റോറന്റിലെ പെണ്ണ്, അവരൊന്നും ഇവനെ മറന്നിട്ടുണ്ടായിരുന്നില്ല. കടക്കാരനാണെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അച്ഛന്റെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ചെല്ലും. ആ ലേഡി ഇവനോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഈ സമയമൊക്കെ ആ ചൈനക്കാരൻ ഇവനെ കോൾ ചെയ്യുന്നുണ്ട് എന്നിവൻ എടുക്കുന്നില്ല. ഇവന്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത ആ ലേഡി ഇവനെ മാനേജറിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഇപ്പോഴാണ് ഒരു ടെസ്റ്റ്. ആ മാനേജർ ആരാന്ന് നോക്കിയാ ഇവന്റെ അച്ഛനെ വണ്ടി ഇടിച്ച പിന്നെ കടക്കാരൻ ഓസിന് കുറെ പൈസയൊക്കെ തട്ടിച്ച ആ ഡ്രൈവർ ഇല്ലേ, അവനാണ്. ഞങ്ങൾക്ക് ഈ തുക ഇപ്പൊ തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഇത് വേറെ ആക്സിഡന്റ് ആണോ അതോ ഈ ഇൻഷുറൻസ് പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും കൊല്ലാൻ നോക്കിയതാണോ എന്നറിയില്ലല്ലോ. ആരെങ്കിലും താൻ എന്നെയാണോ ഉദ്ദേശിച്ചേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പൈസ തരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞ്. പ്രൊസീജിയേഴ്സ് എല്ലാം ക്ലീൻ ആകുമ്പോൾ പൈസ തരും. എന്താണ് നീ കളിക്കുവാണോ? എന്റെ പൈസ എടുക്കാൻ പറഞ്ഞ് കടക്കാരൻ വയലന്റ് ആവുന്നുണ്ട്. ഇങ്ങനെ റൂഡായിട്ട് പെരുമാറുവാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരുമെന്ന് ഇയാൾ പറയുമ്പോൾ ഇവ വീണ്ടും ശാന്താവും. നീ ക്ഷമിക്കുക, അച്ഛൻ പെട്ടെന്ന് പോയതോടെ ഞാനിപ്പോൾ എന്റെ സ്വബോധത്തിലല്ല ഉള്ളത്. നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരണം. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ റൂഡായതിന് ക്ഷമിക്കുക. ഇന്ന് ഞങ്ങളുടെ കമ്പനിയുടെ 30ാമത്തെ ആനിവേഴ്സറി ആണെന്നും പറഞ്ഞൊരു ഗിഫ്റ്റും കൊടുത്ത് പ്രൊസീജിയേഴ്സ് എല്ലാം ക്ലിയർ ആകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഇയാളെ കടക്കാരനെ വിടും. പുറത്തിറങ്ങി വരുന്ന ഇവനാണെങ്കിൽ ആ ഗിഫ്റ്റും വേസ്റ്റിലിട്ട് വളരെ ദേഷ്യത്തിലാണ് പോകുന്നത്. ഇത് പോലീസുകാരൻ ജീഹും കാണുന്നുണ്ട്. ബോസിനും കൂട്ടർക്കും പൈസ അടയ്ക്കാൻ ഇനി 16 ദിവസമേ ബാക്കിയുള്ളൂ. ആ ഒരു ടെൻഷനിൽ അച്ഛന്റെ ഫ്യൂണറൽ ചടങ്ങിലോട്ട് വരുമ്പോൾ ഇവൻ ബുക്ക് ചെയ്ത ഹാളിന്റെ ആൾക്കാർ ഇവനോട് ഡെപ്പോസിറ്റ് ചോദിക്കുവാണ്. കടക്കാരനാണെങ്കിൽ ഫ്യൂണറലിന് കിട്ടിയ പൈസ മൊത്തം കൂടെ ഇവർക്ക് എടുത്തു കൊടുക്കും. ഇത് കാണുന്ന ചർച്ച് ലേഡി ആണെങ്കിൽ ഇവനെ വഴക്കു പറയുന്നുണ്ട്. നിനക്കറിയോ നിന്റെ അച്ഛൻ എത്ര ഡീസന്റ് ആയി ജീവിച്ചു വന്നേന്ന്? നീ ഒരാൾ മാത്രം അയാളുടെ ജീവിതം ഇങ്ങനെ നരകത്തിലാക്കി. നീ കാരണം മാത്രമാണ് ജീവിതകാലം മൊത്തം നിന്റെ അച്ഛൻ ചർച്ചിൽ കിടക്കേണ്ടി വന്നേ. വേണ്ട, വെറുതെ നിന്റെ അച്ഛന്റെ മുന്നിൽ കിടന്ന് വഴക്കു പിടിക്കണ്ട. നിന്നെ കാണാൻ വേണ്ടി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, പോയി കാണ്. ആരെ ഗസ്റ്റ് എന്നറിയാതെ ചെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ചൈനക്കാരനാണ്. ഇവനെ കാണുന്നത് കടക്കാരനങ്ങ് ദേഷ്യം വരുവാണ്. എന്തിനിപ്പോ എങ്ങോട്ടേക്ക് കെട്ടിയെടുത്തെന്ന് ചോദിക്കുമ്പോൾ നീ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, വീട്ടിൽ ചെന്നപ്പോൾ അവിടെയില്ല. ഞാൻ എന്റെ ജോലി ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് പൈസ കിട്ടണം. പൈസ വേണോന്നോ? ഇത്ര മോശമായിട്ട് ജോലി ചെയ്തിട്ട് ഇനി നിനക്ക് പൈസ വേണോ? നീ പറഞ്ഞ പോലെ ഞാൻ അയാളെ കൊന്നില്ലേ? കൊന്നെങ്കിൽ നിനക്ക് ബോഡി അവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോന്നാ പോരായിരുന്നു. നീ എന്തിനാണ് നാശം പിടിക്കാൻ ആ മലമുകളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടേ? കാരണം അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അയാൾ പിന്നെ എന്റെ മുഖവും കണ്ടു. ഇനിയിപ്പോ എന്റെ പ്രോസസ്സ് ഞാൻ അങ്ങ് വിശദീകരിക്കണോ? ഇങ്ങനെയുള്ള ജോലികളിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതല്ല സാധാരണ. എന്ന് തരാന്ന് പറഞ്ഞ പൈസയിൽ ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ പ്രശ്നമാണെന്നും പറഞ്ഞ് ഇവന്റെ റെക്കോർഡിംഗ് ചൈനക്കാരൻ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ചയ്ക്കുള്ളിൽ പൈസ റെഡിയാക്കിയ ഈ റെക്കോർഡിംഗ് ഞാൻ നിനക്ക് തരാം എന്നും പറഞ്ഞ് ചൈനക്കാരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം തന്നെ മാറി നിന്ന് ജിഹുൻ കാണുന്നുണ്ടായിരുന്നു. ജിഹുൻ ഇപ്പൊ നേരെ ചൈനക്കാരനെ ഫോളോ ചെയ്ത് അയാളുടെ സ്ക്രാപ്പ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും. ഇയാളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ജിഹുൻ നൈസായിട്ട് അതിന്റെ ഉള്ളിൽ കയറും. അയാളുടെ ജാക്കറ്റ് പരിശോധിക്കുന്ന ജിഹുന് ആ റെക്കോർഡിംഗ് കിട്ടും. പെട്ടെന്ന് തന്നെ അതും കൊണ്ട് അവിടെ നിന്ന് മുങ്ങാൻ പോകുന്ന സമയമാണ് ആ ചൈനക്കാരൻ മുന്നിലോട്ട് വരുന്നത്. ജിഹുനാണെങ്കിൽ ആകെ പേടിച്ച് വറച്ചു പോകും. പോലീസുകാരനൊക്കെയാണ്, എന്നാലും ഒരു പേടി. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഈ ചൈനക്കാരന്റെ കയ്യിൽ പെട്ട ഇയാൾ തീർക്കുന്ന ഉറപ്പാ. ജിഹുൻ നൈസായിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നു പോകുമ്പോൾ ലൈറ്റ് തണ്ടോന്ന് ചോദിക്കുവാണ് ഈ ചൈനക്കാരൻ. ഇയാൾക്ക് സംശയമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവൻ ലൈറ്റ് തടുത്തു കൊടുക്കും. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അതെനിക്കൊരു വണ്ടിയുടെ പാർട്ട് വേണമായിരുന്നു, വില ചോദിക്കാൻ വേണ്ടി വന്നതാ. പോയി നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണെന്ന് കരുതി തിരിച്ചു വന്നതാ എന്നും പറഞ്ഞ് വേഗം പോകാൻ തുടങ്ങുന്ന പോലീസുകാരനെ ചൈനക്കാരൻ വീണ്ടും വിളിച്ച് അവന്റെ ലൈറ്റ് തിരികെ കൊടുക്കും. എന്നത് വാങ്ങാൻ തുനിയുന്ന ജിഹുനെ ചൈനക്കാരൻ അറ്റാക്ക് ചെയ്യും. ഒരു വല മുഖത്തിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലും. ശേഷം പോക്കറ്റിൽ നിന്ന് റെക്കോർഡിംഗ് എടുക്കും. ഇവൻ ഈ റെക്കോർഡിംഗ് കൊണ്ട് മുങ്ങുന്നത് ചൈനക്കാരൻ കണ്ടിട്ടുണ്ടാകണം. എന്നാ പക്ഷേ ഈ ചൈനക്കാരൻ വിചാരിക്കുന്നത് ഇതാ കടക്കാരൻ വിട്ട ആളാണെന്ന്. ഐഡി എടുത്ത് നോക്കിയപ്പോഴാണ് പോലീസുകാരനായിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത്. അവിടെ തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന CCTVയും വർക്കിംഗ് ആണ്. ഇയാളിപ്പോ നേരെ ഈ ID കാർഡിന്റെ ഫോട്ടോയും പോലീസുകാരന്റെ ഫോട്ടോയും കൂടെ കടക്കാരൻ അയച്ചു കൊടുക്കും. അവൻ എന്റെ റെക്കോർഡിംഗ് മോഷ്ടിക്കാൻ നോക്കി. അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. എടാ, താൻ ആ പോലീസുകാരനെ കൊന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ റെക്കോർഡിംഗിൽ നിന്റെ ശബ്ദമല്ലേ, അത് മറക്കരുത്. നാളേക്ക് ആ പൈസ റെഡിയാക്കി വെക്കുക. നാളേക്ക് റെഡിയാക്കാനോ? അതിനാ ഇൻഷുറൻസ് ഒക്കെ റെഡി ആയിട്ടില്ല. നീ ഞാൻ അയച്ചെന്ന ഫോട്ടോ കണ്ടില്ലേ? എനിക്ക് നിന്നെ കൊല്ലാനും മാത്രം സമയമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചൈനക്കാരൻ കോൾ കിട്ടുകയും കടക്കാരൻ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചൈനക്കാരനെ തീർക്കുക.
ഈ സീൻ ഇവിടെ കട്ടാകുമ്പോൾ നമുക്ക് തിരിച്ച് സാങ്ങുനിലേക്ക് വരാം. ഒട്ടും പൈസ എടുക്കാനില്ലാത്ത സമയത്താണ് ഇപ്പൊ വിറ്റ്നസ് വീണ്ടും മുന്നിലേക്ക് വന്ന് പൈസ ചോദിക്കുന്നത്. കൊടുക്കാതെ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വീക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി അയച്ചു തരാമെന്ന് സമ്മതിക്കും. ഈ സമയമാണ് സാങ്ങുന് കാർ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോൾ വരുന്നത്. അത് പോയി വാങ്ങാൻ നേരത്ത് അയാൾ ചോദിക്കും, എന്താ കാറിന് ശരിക്കും പറ്റിയേ? അതൊരു മാൻ വന്ന് കുറുകെ ചാടിയതാ. ഇത് കേൾക്കുമ്പോൾ ആ റിപ്പയർ ചെയ്ത ആൾക്ക് എന്തോ ദഹിക്കുന്നില്ല. മാൻ വന്ന് ചാടുമ്പോ എങ്ങനെയാ ചില്ല് വിട്ടുന്നേ? അല്ല, ഫ്രണ്ട് ബമ്പറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ചിലപ്പോ മാനിന് ചാടാൻ കഴിയല്ലോ, അങ്ങനെ ആയിരിക്കും. ഇത് ഇയാൾ പറയുമ്പോഴാണ് സാങ്ങുനും എന്തോ ഒരു സംശയം തോന്നുന്നത്. ഇവൻ പെട്ടെന്ന് ഓടി ചെന്ന വേസ്റ്റ് കളഞ്ഞ ഡാഷ് ക്യാമ്പ് തപ്പിയെടുക്കും. അത് ലാപ്പിൽ പ്ലേ ചെയ്ത് വീണ്ടും വീണ്ടും ആ ഒരു ആക്സിഡന്റ് ദൃശ്യം കാണും. അപ്പോഴാണ് സാങ്ങുൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാൾ ഇവന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടിയതല്ല, പകരം മുകളിലുള്ള പാലത്തിൽ ഇയാളുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീണതാണ്. അപ്പൊ താൻ അറിയാതെ പോയി വണ്ടി ഇടിച്ചതല്ല എന്ന കാര്യം സാങ്ങുന് വ്യക്തമാവും. ഒന്നുകൂടെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ആ ഒരു കാര്യം കൂടെ കാണുന്നത്. മുകളിൽ ഈ പാലത്തിലായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിറ്റ്നസ്, അതായത് അയാളാണ് ഈ ബോഡി താഴേക്ക് എടുത്തെറിഞ്ഞത്. ഇവനിപ്പോ വിളിച്ച് കാര്യങ്ങളെല്ലാം യൂജോങ്ങിനോട് പറയും. അവൻ നമ്മളെ പറ്റിക്കുമായിരുന്നു, ആ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം അവനാ. എന്നിട്ട് അവനിപ്പോ വീണ്ടും പൈസ വേണമെന്ന്. ഞാൻ എന്തായാലും ഇത് പോലീസിൽ അറിയിക്കാൻ തീരുമാനിച്ചു. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ അയാളെ കുഴിച്ചിട്ടതെന്ന് പറയാം. എന്തായാലും ഒരു ഡോക്ടറുടെ വാക്കല്ലേ പോലീസുകാർ വിശ്വസിക്കും. ശരി, നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് യൂജോങ്ങും പറയും. അങ്ങനെ അവൾ ഇവൻ പറഞ്ഞിടത്തേക്ക് കാതം കൊണ്ടുവരും. ഇനിയും അവന്റെ ആ കാത് കയറാൻ പേടിയായതുകൊണ്ട് തന്നെ തന്റെ കാതിൽ പോകാന്ന് പറയണം അവള്. ഈ സമയം ആ ഒരു വീഡിയോ ഒക്കെ ഇവൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കും. ഓ, അപ്പൊ ഇതാണല്ലേ സംഭവിച്ചതെന്ന് ചോദിച്ചു. അവളിപ്പോ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഇവള് സ്മോക്ക് ചെയ്യുമെന്ന് ഇവൻ അറിയില്ലായിരുന്നു. അപ്പൊ അവനാണ് അയാളെ താഴേക്ക് തള്ളിയിട്ടതല്ലേ. എന്താ പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു? നമ്മൾ അതായത് അവന്റെ കുരുക്കി പോയി ചാടിയതായിക്കൂടെ? എന്നിപ്പോ യൂജോങ്ങിന്റെ ഭാവമൊക്കെ അങ്ങ് മാധവാണ്. ഡാ പൊട്ടക്കണ്ണാടി, ആരടാ നിന്നെ പെണ്ണുങ്ങളോട് പൈസ ചോദിക്കാൻ പഠിപ്പിച്ചേ? സംസാരിക്കാതിരിക്കുക, നിന്റെ വാ നാറിയിട്ട് വയ്യ. നിനക്കറിയോ എന്റെ കൂടെ എത്ര പേരാ ദിവസവും ഡേറ്റിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നതെന്ന്? എന്നിട്ട് നിന്നെ പോലുള്ളൊരു ലോസറിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു തോന്നുന്നുണ്ടോ? ഇവളുടെ ഈ സംസാരം കേട്ട് ഇവൻ അങ്ങ് ദേഷ്യം വരുവാണ്. അവനവളുടെ കഴുത്തിന് കയറി പിടിക്കും. എന്നാ നോക്കുമ്പോൾ ആരൊരാളെ സമയം ഇവരുടെ കാറിലോട്ട് വന്ന് കയറുന്നുണ്ട്. അതാ വിറ്റ്നസ് ആയിരുന്നു. അപ്പോ ഇത് ഇവര് രണ്ടുപേരും കൂടിയുള്ള കളിയായിരുന്നു എന്ന് സാങ്ങുന് മനസ്സിലായി. എന്ന് ഇവൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ വിറ്റ്നസ് അവന്റെ ബോധം കെടുത്തി കളയും. ഇതാ പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് ചെയ്യണമെന്ന്. ഇപ്പൊ എവിടെ കൊണ്ടുപോയി ഇവനെ മൂടുന്നേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ നമ്മുടെ ഹോം ടൗണിലോട്ട് കൊണ്ടുപോകാം. അവിടെ നമുക്കറിയാവുന്ന ഒരു പറ്റിയ സ്ഥലമില്ലേ? യൂജോങ്ങിനും സ്ഥലം ഏതാന്ന് മനസ്സിലാവും. അങ്ങനെ ഇവര് ഇവനെയും കൊണ്ടുപോകുന്നത് ആ ഒരു ബിൽഡിങ്ങിലോട്ടാണ്. അതായത് കഥയുടെ തുടക്കത്തിൽ തീ പിടിച്ച് കണ്ട ആ ഒരു ബിൽഡിംഗ്. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് രണ്ടുപേരും കൂടെ കുഴിയെടുക്കും. ഇവര് രണ്ടുപേരും ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് കുഴി ചാടിക്കുന്നതിന്റെ പാർട്ട്നേഴ്സാണ്. ഈ സ്ഥലത്ത് ഇവരുടെ പണ്ടത്തെ എന്തോ ഒരു മെമ്മറി ഉണ്ട്. ഈ ബിൽഡിംഗ് കണ്ട് കുറെ ആയല്ലോ, പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്നു എന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ കുഴിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കാറിലുള്ള സാങ്ങുന് ബോധം വരും. ഇവൻ നോക്കുമ്പോൾ മുന്നിൽ രണ്ടുപേരും കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കുവാണ്. തന്നെ പറ്റിച്ച് ഇത്രയും വലിയൊരു കുഴി ചാടിച്ച യൂജോങ്ങിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവന്. ഒന്നും ആലോചിക്കാതെ അവൻ കാർ ഓണാക്കി അവളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറ്റും. യൂജോങ് സ്പോട്ടിൽ തന്നെ ഡെഡാവും. അവളെ കൊന്നിട്ടും അവന് ദേഷ്യം മാറിയിട്ടില്ല. എന്താടി നീ ഇപ്പോഴെന്നെ കുറച്ചാണ് കാണുന്നേ? നിനക്കൊക്കെ വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടോ? ഇപ്പൊ വിറ്റ്നസിനെ നോക്കുവാണെങ്കിൽ യൂജോങ് കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടതിന്റെ ആ ഒരു സങ്കടമൊന്നും അവന്റെ മുഖത്തില്ല. ഇവൻ നേരെ വന്ന് സാങ്ങുൻ അടിച്ച് നിലത്തിടും. എന്നെ കൊല്ലരുത്, ഞാൻ നിനക്ക് എങ്ങനെയും പൈസ തരാന്ന് ഇവൻ പറയുന്നുണ്ട്. എന്നാൽ സാങ്ങുൻ ഓൾറെഡി കടത്തിലാണെന്നുള്ള കാര്യം വിറ്റ്നസിന് അറിയാലോ. ഒന്നും ആലോചിക്കാതെ വിറ്റ്നസ് അവനെ തീർക്കും. ശേഷം ഇവനെ ആ കുഴിയിലിട്ട് മൂടുവാണ്. ഇപ്പൊ നമുക്ക് ഈ മരിച്ചു കിടക്കുന്ന യൂജോങ്ങിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൾക്ക് ഇഷ്ടമല്ലാത്തൊരു പെണ്ണുണ്ടായിരുന്നു അവിടെ. അവൾ നന്നായിട്ട് പഠിക്കും, മാത്രമല്ല കവർ ഗേൾ ആവേണ്ടിയിരുന്ന ഇവളുടെ അവസരം വരെ അവൾക്ക് കിട്ടി. ഈ പെൺകുട്ടിയാണ് ജുയോൺ, നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡോക്ടർ. ഒരു ദിവസം ഈ യൂജോങ് വന്ന് ജുയോണോട് പറയും, ഈ സാറ്റർഡേ നീ ഒരു ഡേറ്റിന് വരുന്നുണ്ടോ? നിന്റെ കവർ ഫോട്ടോ കണ്ട് ഒരുപാട് പേർക്ക് ഇപ്പൊ നിന്നോട് ക്രഷാ. ഞാൻ നിന്റെ കൂടെ പഠിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും എനിക്കിപ്പോ സൗകര്യം തരുന്നില്ല. അപ്പൊ സാറ്റർഡേ കഫേയിൽ വെച്ച് കാണാം. എല്ലാവരും ഡേറ്റിങ്ങിന് പോകുന്നത് പോലെ നന്നായിട്ട് ഡ്രസ് ചെയ്തു വാ. ഇവളിങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ജുയോൺ സമ്മതിക്കും. എന്നാ പക്ഷെ അതൊരു വലിയ ട്രാപ്പായിരുന്നു. ഇവള് കുറച്ച് ബോയ്സിനെ കൊണ്ടുണ്ടാക്കിച്ച ട്രാപ്പ്. ബോധം പോകുന്ന ജുയോണിനെ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ് യൂജോ. ആ ബോയ്സ് എല്ലാവരും ഇവളെ ഉപദ്രവിക്കും. ഈ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാണ് ഇപ്പൊ ഡോക്ടറായ ജുയോൺ. ബിൽഡിംഗിൽ തീ കത്തുന്നതും പോലീസുകാര് അതിൽ നിന്ന് കിട്ടിയ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതും നായിക ജുയോണും അവളുടെ ബോയ്ഫ്രണ്ട് ജോമിനും എല്ലാം ഇയാളെ ട്രീറ്റ് ചെയ്യുന്നതുമാണ്. എന്നെ ഈ തീപിടുത്തത്തിൽ കൊണ്ടുവരുന്ന ആളാരാണെന്ന് ഇപ്പോഴാണ് കാണിക്കുന്നത്. അതാ വിറ്റ്നസ് ആയിരുന്നു. അതായത് പാർക്ക് ജെയോങ് വിറ്റ്നസ് ആണ്. അവിടെ നിന്ന് കെട്ടാകുമ്പോൾ ഇപ്പൊ ജുയോണാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദനയുണ്ട്, തനിക്ക് പെയിൻ കില്ലേഴ്സ് തരാൻ പറഞ്ഞു. എന്നാൽ കൊടുക്കാൻ പറ്റില്ലെന്ന് ജുയോണും. ദേഷ്യത്തില് അയാൾ എന്തോ എടുത്തെറിയുന്നത് കൊണ്ട് അത് തട്ടി ജുയോന്റെ മുഖത്ത് മുറിവും ഉണ്ടാവുന്നുണ്ട്. എന്നാ ഇപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹാങ് എന്ന് പറയുന്ന ഒരാള് അങ്ങോട്ടേക്ക് വന്ന് ഇയാളെ ശാന്തമാക്കാണ്. വേദന ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? സാധാ ഡോക്ടറോട് ക്ഷമ ചോദിക്കുക. ഇയാളെ ജുയോണിനോട് ക്ഷമ ചോദിക്കും. എന്നാൽ ജുയോൺ പറയും സർജറി ചെയ്ത പെയിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ മാറും. എന്നാൽ ഇപ്പൊ പെയിൻ കില്ലേഴ്സ് തരുവാണെങ്കിൽ ഭാവിയിൽ ആ വേദന കൂടും. ഇപ്പൊ ഹാങ്ങിനോടായിട്ട് പറയും അയാൾ ഇങ്ങനെ പെരുമാറുന്നത് വേദനയുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും. ശരി ഡോക്ടർ, എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് പോകുന്ന ജുയോണിന്റെ അടുത്തേക്ക് ഹാങ് പരിചയപ്പെടാനായിട്ട് വരും. ഡോക്ടർ, ഇത് ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നുമില്ല. എന്ന് ഒരുപാട് പേരെ കാണുന്നുണ്ടായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മാഡത്തിന്റെ മുഖത്തും എന്തോ ഒരു ടെൻഷൻ ഞാൻ കാണുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ സൊല്യൂഷൻ വേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതോ ആരെങ്കിലും കണ്ടുപിടിക്കണമെങ്കിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതായത് ഈ ഹാങ് ഹാർംലെസ്
ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി നടത്തിക്കൊണ്ട് വരുന്ന ആളാണ്. അതായത് ഒരു സീക്രട്ട് CID പണി. നമുക്ക് എന്തെങ്കിലും പ്രശ്നത്തിന്റെ സൊല്യൂഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിലോ ഇയാളുടെ ഏജൻസിയെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇയാളുടെ ഏതൊരു ക്ലയന്റ് ഇയാളെ വിളിക്കുന്നുണ്ട്. അതോടെ തന്നെ ജിയോണ് കാർഡും കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോകും. ഈ സമയമാണ് ബോയ് ഫ്രണ്ട് ജോമി മെസ്സേജ് അയച്ച് നീ എവിടെയാ വരുന്നില്ലെന്ന് ചോദിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് ഇവൾ പെട്ടെന്ന് വിറ്റ്നസിന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ സീരിയൽ ഡോക്ടർ അയാളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സ്കിന്ന് പോയ കാര്യവും ശബ്ദം റിക്കവർ ആവാൻ സമയം എടുക്കുന്നുള്ള കാര്യമെല്ലാം ഈ സീനിയർ ഡോക്ടർ ഈ വിറ്റ്നസിനോട് പറയും. ഇയാളുടെ പേരെന്താണെന്ന് ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചോദിക്കുമ്പോഴാണ് തന്റെ പേര് പാക് ജയോങ് ആണെന്ന കാര്യം വിറ്റ്നസ് പറയുന്നത്. ഈ സമയമാണ് ഈ പാക് ജയോങ് എന്ന പേര് കേട്ട് ജിയോൺ ഒന്ന് ഷോക്കാവുന്നത്. അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന അവളോട് വിറ്റ്നസ് എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുന്നുണ്ട്. ഇവൾക്ക് എന്തോ പെട്ടെന്ന് പറ്റിയിട്ടുണ്ടെന്ന കാര്യം ജോമിന് മനസ്സിലാവും. എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ ടയേർഡാ, അത്രേ ഉള്ളൂ എന്ന്. പെട്ടെന്നുണ്ടായ ഇവളുടെ മാറ്റത്തിന് കാരണം പാക് ജയോൺ എന്ന് പറയുന്ന പേര് തന്നെയാണ്. അവളെ ശാന്തമാക്കി നിർത്താനായിട്ട് അവൾ ഗുളിക എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവള് പോയി വിറ്റ്നസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കോപ്പി എടുത്ത് വെക്കും. ഇതും കണ്ടുകൊണ്ടാണ് ജോമിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്തിനാ നീ കോപ്പി എടുത്തേ? അത് ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? അല്ല നിനക്ക് ഇയാൾ അറിയോ? ഇതങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് തന്നെ ജോമിന് ഒരു കോൾ വരുന്നുണ്ട്. ശരി ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞവൻ കോൾ കട്ടാക്കും. ഇനി തൊട്ട് എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, മനസ്സിലായല്ലോ എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് പോകും. ഇവളിപ്പോൾ ഈ ഡീറ്റെയിൽസും കൊണ്ട് നേരെ പോകുന്നത് ഹാങ്ങിന്റെ അടുത്തേക്കാണ്. ഹാങ് ആണെങ്കിൽ ഓൾറെഡി ഒരു ക്ലയന്റുമായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. ഹോട്ടൽ റൂമിന്റെ ഉള്ളിൽ ഞങ്ങൾ എങ്ങനെ ഫോട്ടോ എടുക്കാനാ? ഞങ്ങൾ എങ്ങനെയെങ്കിലും സെക്യൂരിറ്റി ഫുട്ടേജ് തപ്പിത്തരാം. എനിക്ക് നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയും. എന്റെ വൈഫാണ് ഇപ്പോൾ ചീറ്റ് ചെയ്യുന്നതെങ്കിലും ഞാനും ഇങ്ങനെ ആയിരിക്കില്ലേ? അതായത് ഹാങ് ഇപ്പോൾ ഏതോ ഒരു ചീറ്റിംഗ് കേസിന്റെ പിറകെയാണ്. ഇവളെ കാണുന്നതും ഇയാളാണെങ്കിൽ പെട്ടെന്ന് കാര്യമൊക്കെ തിരക്കുവാണ്. ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും ജിയോണോട് ഒരു റെസ്പെക്ട് ഉണ്ട് പുള്ളിക്ക്. പുള്ളി പണ്ടൊരു പോലീസ് ഓഫീസറായിരുന്നു. ജിയോൺ ആദ്യം തന്നെ ഹാങ്ങിന് എമൗണ്ട് കൊടുക്കും. അതായത് ഫുൾ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. എന്താ ഡോക്ടർ ഞങ്ങൾ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടേ? അവളൊരു പേപ്പർ അവിടെ വെച്ച് ഇതിലുള്ള ആൾക്കാരെ എനിക്ക് കണ്ടുപിടിച്ച് തരണമെന്ന് പറയും. അവരിപ്പോൾ എവിടെയുള്ളേ, എന്ത് ചെയ്യുന്നു, അതൊക്കെ എനിക്കറിയണം. പക്ഷെ മാഡം ഈ ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ പൈസ തരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, എവിടെയുള്ളതെന്ന് എക്സാക്ട് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അങ്ങനെ ജുയോൺ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയമാണ് ആ കപ്പിൾസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതായത് ഈ കപ്പിൾസ് ഹാങ്ങിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവളിപ്പോൾ എങ്ങനെയായിരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ സാധാരണ പൈസ കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിച്ചാൽ എങ്ങനെയാ അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നത്? ഇപ്പൊ ഹാങ് ആണെങ്കിൽ പുള്ളിക്ക് അറിയാവുന്ന ഒരു പോലീസുകാരനെ വിളിച്ച് ജിയോൺ കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആ പോലീസുകാരൻ ഇയാൾക്ക് അത് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കും. പണ്ട് പോലീസ് ആയിരുന്ന സമയത്തുള്ള ഹാങ്ങിന്റെ സുഹൃത്താണിത്. ഒരു കള്ളക്കേസിന്റെ പേരിലാണ് ഇയാൾക്ക് തന്നെ പോലീസ് യൂണിഫോം നഷ്ടമായത്. അത് ഈ ഫ്രണ്ടിനും അറിയാം. അല്ല എന്തിനാ നീ പെട്ടെന്ന് ഇപ്പോൾ ആ റേപ്പിസ്റ്റുകളുടെ കാര്യം അന്വേഷിക്കുന്നത്? ഹാങ്ങിന് എന്താണ് ഇയാൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്കറിയില്ലേ ഗുഹോ സിറ്റിയെ കൊല്ലത്തിന് മുന്നേ കുലുക്കിയ ഒരു കേസായത്. ഞാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് കൂടെ അതിൽ വെച്ചിട്ടുണ്ട്. നീ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്ക്. അങ്ങനെ ഇയാൾ ഇപ്പോൾ ഓഫീസിൽ ചെന്ന് ആ കേസിനെ കുറിച്ചെടുത്ത് വായിക്കും. ഗുഹോ ഹൈസ്കൂളിലെ ഗ്യാങ് റേപ്പ്. അതിലെ കുറ്റക്കാരുടെ പേരിൽ ഒന്ന് പാക് ജയോങ് എന്നാണ്. വിക്ടിമിന്റെ പേര് തപ്പുമ്പോഴാണ് ലീ ജുയോങ് എന്ന പേര് കാണുന്നത്. അതായത് ഇത് ഡോക്ടർ ജുയോന്റെ കേസ് തന്നെയാണെന്ന് ഹാങ്ങിന് മനസ്സിലാവും. ഇവ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പാക് ജയോങ് എന്ന പേര് കേട്ട് ഇവൾ ഇത്രയ്ക്കും ഷോക്ക് ആവുന്നതെന്ന്. തന്നെ പണ്ട് ഉപദ്രവിച്ചവരിൽ ഒരാൾ ഈ മുന്നിൽ കിടക്കുന്ന ആളാണ് യുജോങ്. അതായത് മരിച്ചുപോയ അവളില്ലേ, അവള് പറഞ്ഞതനുസരിച്ച് ജുയോൺ അന്ന് ഡേറ്റിങ്ങിന് പോയി. സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ അവൾക്കും ആളെ ഇഷ്ടപ്പെടും. അവൾക്ക് ഇവൻ തന്റെ മരിച്ചുപോയ അച്ഛനുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് അവനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ രാത്രി ഇവർ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് അങ്ങ് പോകും. അവിടെ ഒളിച്ചിരുന്ന മുഖംമൂടി ധരിച്ച 2-3 പേര് അങ്ങോട്ടേക്ക് വന്ന് ഇവൻ അടിച്ച് നിലത്തിട്ട് ജുയോണിനെ കൊണ്ട് കടന്നു കളയും. പിന്നീട് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ജുയോൺ ഒരു ഗ്യാങ് റേപ്പിന് വിക്ടിം ആവുകയായിരുന്നു. പിന്നീട് ഇത് കേസാകും. പോലീസുകാർ അവരെല്ലാവരെയും പൊക്കും. എന്നാ പോലീസുകാർ പൊക്കിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൾ അന്ന് ഡേറ്റിങ്ങിന് പോയ ആ ബോയ് ഉണ്ടായിരുന്നു. സർ ജയോങ് എന്തിവിടെ? അവനും എന്നെ പോലെ ഒരു വിക്ടിമാ. ആ പോലീസുകാരൻ പറയും പാക് ജയോങ് അവനാണ് ഇതിന്റെ എല്ലാം പിറകിൽ. അത് ജുയോണിന് കൂടുതൽ ഷോക്കാവും. ആ പാക് ജയോങ് ആണ് പൊള്ളലേറ്റ നിലയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിറ്റ്നസ്. ഈ സമയം ഇപ്പോൾ ഹാങ് വിളിച്ച് മാഡം അന്വേഷിച്ച് അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ആ തേജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഇൻസിഡന്റ് നടന്നതിന് ശേഷവും വേറെ കുറെ കേസിലകത്തായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. യാങ് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഓവർഡോസിൽ മരിച്ചതാ. എനിക്കങ്ങനെ കർമ്മയിലൊന്നും വിശ്വാസമില്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അതുള്ളതുപോലെ തോന്നുന്നു. പിന്നെ പാക് ജയോങ് അവൻ മാത്രമാണ് ഇപ്പൊ ജീവനോട് ഇരിക്കുന്നത്. ആ ഇൻസിഡന്റിന് ശേഷം അവന്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതുപോലെ അവനിപ്പോ താമസിക്കുന്നത് പാജുവില. ഇപ്പൊ ഇവൾക്ക് തോന്നും അപ്പോ ഞാൻ വിചാരിച്ച പാക് ജയോങ് അല്ല തന്റെ മുന്നിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിറ്റ്നസിന് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുത്താണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ കട്ടാകുമ്പോൾ രാവിലെ തന്നെ ഹാങ്ങിനൊരു കോൾ വരും. വിളിക്കുന്നത് അയാളുടെ ഫ്രണ്ട് പോലീസുകാരനാണ്. നീ ഇന്നലെ അന്വേഷിച്ചവരിൽ ഒരാളില്ലേ പാക് ജയോങ്? അതെ, ഈ പാക് ജിയോൻ ആ മറ്റവനാ. ഏതവൻ എന്ന് ചോദിച്ചൊരു ഷോക്കിൽ ഹാങ് നിൽക്കുന്നത് കാണാം. ഇതേസമയം ജിയോണും ജോമിനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി വന്ന് പോയതെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ അതെന്റെ ഒരു റിലേറ്റീവിന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാന്ന് പറയുവാൻ. എന്തിനെങ്ങനെ സൈഡ് പണിയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ പൈസ ഉണ്ടാകും. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പൈസ വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും വേണ്ടേ? ഈ സമയമാണ് ഹാങ് ഇവളെ വിളിക്കുന്നത്. അയാൾ പറയും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. പാക് ജിയോങ് ഇപ്പൊ പാജുവിലല്ല ഉള്ളത്. അവൻ മാഡത്തിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. 402 റൂമിലുള്ള പേഷ്യന്റ് അവനാണ് പാക് ജിയോങ്. അപ്പൊ തന്റെ സംശയം ശരിയായിരുന്നു എന്ന ഷോക്കിലാണ് ജിയോൺ. ഇതറിയുന്നതും ഇവള് നേരെ ഇവന്റെ റൂമിലോട്ട് വരും. എന്നാൽ ഡോർ തുറക്കാതെ ആ റൂമിന്റെ മുന്നിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവളുടെ ജീവിതത്തിൽ വെറുക്കുന്ന ആളുകളിൽ ഒരാളാണ് ഇവൻ. ഇതേസമയം വിറ്റ്നസ് ആണെങ്കിൽ തന്റെ മുഖവും പൊള്ളിയ ഭാഗവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ആരോ ഡോറിന് മുന്നിൽ വന്ന് നിൽക്കുന്നതും ഇവൻ അകത്തുനിന്ന് കാണാം. എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ഇവള് ഡോർ തുറന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ വിറ്റ്നസിന്റെ മൊഴിയെടുക്കാനായിട്ട് പോലീസുകാർ വരുന്നത്. ഡോക്ടർ ആ പാർക്കിന്റെ മൊഴി എടുക്കണമായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ.
ജിയോൺ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ഇത്രയും നേരം പുറത്തു നിന്നത് ഡോക്ടർ ആയിരുന്നു എന്ന് ഇവരുടെ സംസാരത്തിൽ നിന്ന് വിറ്റ്നസിനും മനസ്സിലാവുന്നുണ്ട്. പോലീസുകാർ മൊഴിയെടുക്കാൻ വരുമ്പോൾ സംസാരിക്കാൻ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം ഇവൻ പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അത് ഇവന് മാത്രമേ പറ്റൂ. മറ്റൊരു പോലീസുകാരൻ ഇതെല്ലാം റെക്കോർഡും ചെയ്തു വെക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എന്തിനാണ് ബിൽഡിങ്ങിലേക്കെന്ന് പോയത്? അത് സാർ, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അന്ന് എന്നെ ആരോ കടത്തിക്കൊണ്ട് പോയതാ. കണ്ണു തുറന്നപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിനകത്തായിരുന്നു, ഒരു ചെയറിൽ കെട്ടിവെച്ച നിലയ്ക്ക്. എന്റെ മുന്നിൽ കിടന്ന് 2 പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കൊല്ലണോ വേണ്ടയോ എന്നുള്ള ഫൈറ്റ് ആയിരിക്കണം. പെട്ടെന്നൊരാള് എന്റെ ദേഹത്തേക്കും അവിടെ മൊത്തവും മണ്ണെണ്ണ ഒഴിച്ചു. ശേഷം തീയിട്ടു. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. ശരി, ഇത്രയെങ്കിലും പറഞ്ഞു തന്നതിന്റെ താങ്ക്സ്. ഇതൊരു ക്രിമിനൽ കേസ് ആയതുകൊണ്ട് തന്നെ വിക്ടിമിന്റെ ഐഡന്റിറ്റി ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ ഫിംഗർ പ്രിന്റ്സ് ഒന്ന് എടുക്കുന്നുണ്ട് എന്നും പറഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഇവന്റെ കൈ മൊത്തം പൊള്ളിയിരിക്കുമല്ലേ, പിന്നെ എങ്ങനെ ഫിംഗർ പ്രിന്റ്സ് എടുക്കാനാണ്? പോകുന്നതിന് മുന്നേ പോലീസുകാർ പറയും, നിന്റെ ആന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ആന്റി നിന്നെ ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് കാണാൻ വരുമെന്ന്. അത് കേട്ട് വിറ്റ്നസിന്റെ മുഖം മാറുന്നുമുണ്ട്. ഇതേ സമയം ജിയോൺ തന്റെ ലോക്കർ തുറന്ന് ഒരു കത്തി പുറത്തേക്ക് എടുക്കും. അതുകൊണ്ട് ഇവള് നേരെ വരുന്നത് പാക് ജിയോങ് എന്ന ആ വിറ്റ്നസിന്റെ അടുത്തേക്കാണ്. ഇവളെ കണ്ട്, ഡോക്ടർ നിങ്ങൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്ന അവനോട്, എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ നിന്നെ മറക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എന്റെ കൺമുന്നിലോട്ട് തന്നെ എന്തിനാ വന്നേ? ഇത് കേൾക്കുന്ന ഇവൻ ഒരു സൈക്കോയെ പോലെ ചിരിക്കും. എനിക്കും അറിയില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടാകൂന്ന്. നീ ഇപ്പൊ ഒരു ഡോക്ടറാണല്ലേ യൂജോൺ? ഏതാണ്ട് 20 കൊല്ലം ആയല്ലേ? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വന്നിവിടെ ഇരിക്കുക. ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാ എന്നും പറഞ്ഞ് വിറ്റ്നസ് ഇങ്ങനെ കഥ പറയാൻ തുടങ്ങുന്നത് ഇവളുടെ കയ്യിലുള്ള കത്തി കൊണ്ട് കഴുത്തിന് കുത്തുവാണ് അവള്. എന്നിട്ടും അവളുടെ ദേഷ്യം തീരുന്നില്ല. അവള് വീണ്ടും വീണ്ടും ആ കത്തി കുത്തി കയറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ യൂജോൺ ഇമാജിൻ ചെയ്തതായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ വിറ്റ്നസ് വന്ന് അവിടെയുള്ള സ്റ്റാഫിനോടും ജിയോണോടും എല്ലാം താങ്ക്സ് പറയുവാണ്. ഇത്രയും ദിവസം തന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തതിന്. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. എന്ത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ കാര്യം ജിയോൺ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ ആ പാർക്ക് അയാൾ വീട്ടിലോട്ട് പോവാ. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും അയാൾക്ക് വാശി. 1 മാസത്തെ മരുന്നും വാങ്ങിക്കൊണ്ടാ പോകുന്നത്. ഇത് കേൾക്കുന്നതും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. ഈ സമയം തന്നെ സ്റ്റാഫിന്റെ അടുത്തേക്ക് ഒരു ബൈസ്റ്റാൻഡർ വന്ന് എന്റെ ഹസ്ബൻഡിനെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനിരിക്കുമായിരുന്നു എന്ന് പുള്ളിയുടെ ഡ്രസ്സൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു വിറ്റ്നസ് മുങ്ങിയേക്കുന്നത്. ജിയോൺ എന്തായാലും അവൻ ലിഫ്റ്റിൽ കയറുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തും. നിനക്ക് എന്നെ ഓർമ്മയില്ലേ പാക് ജിയോൺ? നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിയും? ഇവൻ പെട്ടെന്ന് ഇവളെ ലിഫ്റ്റിലോട്ട് വിളിച്ച് കയറ്റിക്കും. എന്നെ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കാതെ നീ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. വിറ്റ്നസ് ഇപ്പോൾ മാസ്ക് ഊരി അവളുടെ അടുത്തേക്ക് ചെന്ന് എന്റെ മുഖത്തേക്ക് നോക്ക്. ഇപ്പോഴും ഈ അവസ്ഥയിലും നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഈ മുഖം നീ മുന്നേ കണ്ടിട്ടേയില്ല. നിനക്കറിയുന്ന പാക് ജിയോൺ ഇനി ഈ ഭൂമിയിലില്ല എന്നും പറഞ്ഞ് അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. ജിയോൺ ഇപ്പോഴും ആ ഒരു ഷോക്കിലാണ്. വിറ്റ്നസ് നേരെ വന്ന് ഒരു ടാക്സി കയറും. എന്നാൽ ജിയോൺ വിടില്ല. അവൾ നേരെ ഓടിയ ടാക്സിയുടെ മുന്നിലേക്ക് ചെല്ലും. ഇവളെ കണ്ട് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോന്ന് വിറ്റ്നസ് ചോദിക്കുമ്പോൾ, നീ കാരണം ഇപ്പോഴും എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റാറില്ല. ഒരു ദിവസമെങ്കിലും എല്ലാവരെയും പോലെ എനിക്ക് നന്നായിട്ട് ഉറങ്ങണം, ഒരു ദുസ്വപ്നങ്ങളും കാണാതെ. ഇത് കേട്ട് ചിരിക്കുന്ന വിറ്റ്നസ് ടാക്സിക്കാരനോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. എന്നാൽ പോകുന്ന അവനെ നോക്കി നിൽക്കുന്ന ജിയോന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്, പക്ഷെ നിനക്കറിയോ, ഇനി തൊട്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങും, കാരണം ഞാൻ നിന്നെ കൊല്ലാൻ പോകുക എന്നായിരുന്നു. ഇവിടെ ടാക്സി പോകുന്ന വിറ്റ്നസ് ആണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവൾക്ക് വല്ല സ്ലീപ്പിംഗ് പിൽസും വാങ്ങി കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ജിയോൺ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്കിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. എവിടെ വെച്ചാ എങ്ങനെ ഇതെല്ലാം പാളിപ്പോയി എന്നിങ്ങനെ ഇവൻ ആ ടാക്സിയിലിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ സാങ്ങുനെ അവൻ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് കുഴിച്ചിടും. ശേഷം അവൻ യൂജോങ്ങിന്റെ കാർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഈ സമയം ഒരു ലേഡിയെ കാണിക്കുന്നുണ്ട്. അവൾ ഹാങ്ങിനോടാണ് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും എവിഡൻസ് ഒന്നും കിട്ടിയില്ലേ? എന്റെ എംപ്ലോയീസ് എവിഡൻസിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ, ഒന്നുകൂടെ എവിഡൻസ് കിട്ടിയിട്ട് പറയാൻ ഓർത്തായിരുന്നു. ഞങ്ങളൊന്നും ഉറപ്പാകാതെ ക്ലയൻസിനോട് പറയാതില്ല. എന്തായാലും എവിഡൻസ് കിട്ടിയിട്ട് ഉടനെ തന്നെ ഞാൻ വിളിക്കാം. ഈ ലേഡി പ്രഗ്നന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഭിത്തിയിലായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോയിലൂടെ ഈ ലേഡി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവര് സാങ്ങുന്റെ വൈഫാണ്. ഇപ്പൊ ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇവന്റെ ഭാര്യയ്ക്ക് ഇവൻ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ എവിഡൻസിന് വേണ്ടിയിട്ടാണ് ഹാങ്ങിന്റെ ഏജൻസിയെ സമീപിച്ചത്. അതിനുവേണ്ടിയാണ് സാങ്ങുന്റെ പിറകെ ആ കപ്പിൾസ് നടന്നത്. ഇപ്പൊ പെട്ടെന്ന് ആ കപ്പിൾസ് 2 പേരും കൂടെ ഹാങ്ങിന്റെ റൂമിലോട്ട് ഓടി വരും. സാർ ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞ് ഇവരെന്തോ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെ കണ്ടാലേ അറിയാം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എന്ന് പറയുന്നത് സാങ്ങുനെ വിറ്റ്നസ് കൊല്ലുന്നതായിരുന്നു. സാങ്ങുനെ സീക്രട്ട് ആയിട്ട് കപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഇത് കണ്ടത്. കട്ടാകുമ്പോൾ ഇപ്പൊ കാണിക്കുന്നത് ആ തീപിടുത്തത്തിന് ഒരു 10 മണിക്കൂർ മുന്നേ. ഈ ടൈം ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കടക്കാരനെയാണ് കാണിക്കുന്നത്. ഇയാൾ ചൈനക്കാരനെ വിളിക്കും. പൈസ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു 8 മണിക്ക് കാണാമെന്ന് പറയും. ഈ ചൈനക്കാരൻ അവിടെ നിന്ന് നേരെ ഒരാളെ കാണാനായിട്ട് പോകും. അതായത് ഈ വിറ്റ്നസിനെ. ഇവർക്ക് തമ്മിൽ എങ്ങനെയാ കണക്ഷൻ എന്നറിയണ്ടേ? പണ്ട് ജയിലിൽ വെച്ചാണ് ഇവർ 2 പേരും പരസ്പരം കണ്ടുമുട്ടുന്നത്. വിറ്റ്നസ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ചൈനക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ വിറ്റ്നസിനെ കൂട്ടാൻ വരുന്നത് യൂജോങ് ആണ്. ഇവർക്ക് പണ്ട് തൊട്ടേ, അതായത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ പരസ്പരം അറിയാം. ഇവര് 2 പേരുടെയും പരിപാടി എന്ന് പറയുന്നത് ചീറ്റിംഗ് തന്നെയാണ്. അതായത് യൂജോങ് ഇങ്ങനെ നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാരെ ചാക്കിട്ട് പിടിക്കും. പിറകെ നടന്ന് വിറ്റ്നസ് അതെല്ലാം ഫോട്ടോ എടുക്കും. ലാസ്റ്റ് കാര്യമൊക്കെ കഴിഞ്ഞ് ഇവര് 2 പേരും കൂടെ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഈ ഫോട്ടോ ഫാമിലിക്ക് അയച്ചു കൊടുക്കും, വേണ്ടെങ്കിൽ പൈസ തരാൻ പറഞ്ഞു. അങ്ങനെ ഈ തട്ടിപ്പിലെ ഒരു ഇരയായിരുന്നു സാങ്ങുൻ.
ഒരുപാട് പൈസയും ഇതിലൂടെ രണ്ടുപേരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈനക്കാരൻ വിറ്റ്നസിനെ കോൾ ചെയ്യുന്നത്. ഒരു പണിയുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവൻ വന്ന വിറ്റ്നസിനോട് കടക്കാരൻ അച്ഛനെ കൊല്ലാൻ പറഞ്ഞ കാര്യവും ഒപ്പം കിട്ടാൻ പോകുന്ന ഇൻഷുറൻസ് തുകയുടെ കാര്യമൊക്കെ പറയും. 200 മില്യൺ ആണ് ഇൻഷുറൻസ് തുക എന്ന് പറയുമ്പോൾ ഈ വിറ്റ്നസ് ആണ് ചൈനക്കാരനോട് പറയുന്നത് 200 മില്യൺ ഒന്നും ആരും ഇൻഷുറൻസ് തുക കൊടുക്കില്ല, നിന്നെ അവൻ പറ്റിച്ചതാ, അതിലും കൂടുതൽ കാണുമെന്ന്. അല്ല, സ്വന്തം അച്ഛനെ കൊല്ലാൻ പറഞ്ഞ ആ ദരിദ്രവാസി ഏതടാ എന്ന് ഇയാൾ ചൈനക്കാരനോട് ചോദിക്കുമ്പോൾ ദേ ആ കാണുന്ന റെഡ് ജാക്കറ്റ് ഇട്ട ആളാണെന്ന് പറഞ്ഞ് ചൈനക്കാരൻ കടക്കാരനെ കാണിച്ചു കൊടുക്കും. എന്ന വിറ്റ്നസിന് കടക്കാരനെ മുന്നേ പരിചയമുണ്ടായിരുന്നു. ഇവർ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ 1-2 തവണ കണ്ടിട്ടുണ്ട്. അവൻ വണ്ടേ ഒരു ഭൂലോക തട്ടിപ്പുകാരനായിരുന്നു. അപ്പോ ഒട്ടും ആദിട്ടില്ല അല്ലേ? അവന്റെ മുഖം കണ്ടാലേ പറയും തന്തേക്കൊല്ലിയാണെന്ന്. ഇതേ സമയം കടക്കാരന്റെ അച്ഛൻ ചർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കിങ്ങനെ മാപ്പ് കിട്ടുമെന്ന്? എനിക്കൊരിക്കലും മാപ്പ് കിട്ടില്ല, അത്രയും വലിയ തെറ്റാ എന്റെ മോൻ ചെയ്തേ. ആ സിസ്റ്റർ പറയും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതൊന്നും മതിയാകുന്നു തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു എന്റെ എല്ലാം തന്നെ ദൈവത്തിന് കൊടുക്കണമെന്ന്. അങ്ങനെ ചർച്ചയിൽ നിന്ന് മടങ്ങി പോകുന്നത് വഴി ഇയാൾ ആ ചർച്ച് ലേഡിയെ കാണും. ഈ വീക്ക് ബർത്ത്ഡേ അല്ലേ, ഞങ്ങൾ നെയ്ബർഹുഡിലുള്ള എല്ലാവരും കൂടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, അകത്തേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് പാർട്ടിയിലൊന്നും താല്പര്യമില്ല, പിന്നെ ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പോകും. ഇയാൾ പോയി കഴിയുമ്പോഴാണ് ബർത്ത്ഡേ കേക്ക് കൊടുക്കാൻ മറന്ന കാര്യം ചർച്ച് ലേഡി ഓർക്കുന്നത്. കേക്കെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞ് കേക്ക് എടുക്കാൻ വേണ്ടി അകത്തേക്ക് ഓടും. ചർച്ചയിൽ ഇറങ്ങി വരുന്ന ഇയാളെയും കാത്ത് ഒരു കാറിൽ ചൈനക്കാരനും വിറ്റ്നസും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞ ഇടവഴിയിലെത്തുന്നതും ഘാതം കൊണ്ട് അയാളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറ്റും. എന്നാലും അയാൾക്ക് ഇനിയും ജീവനുണ്ട്. കാത് പിറകിലൂടെ എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ഇടിച്ചു കയറ്റും. ഇയാൾ മരിച്ചിട്ടുണ്ടോ എന്ന് ചൈനക്കാരൻ പോയി നോക്കുന്ന സമയമാണ് കേക്ക് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന ചർച്ച് ലേഡി ഇതെല്ലാം കാണുന്നതും പോലീസുകാരെ വിളിച്ചറിയിക്കുന്നത്. ചർച്ച് ലേഡിയുടെ പിറകെ ചൈനക്കാരൻ കുറെ ഓടുമെങ്കിലും അവരെ മിസ്സായി പോവും. അതുപോലെ കടക്കാരന്റെ അച്ഛൻ ഇപ്പോഴും മരിച്ചിട്ടുമില്ല. ഇനി ഇവിടെ നിന്ന് പ്രശ്നമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കടക്കാരന്റെ അച്ഛനെയും കൊണ്ട് ഇവർ വണ്ടി എടുത്ത് പോകുമായിരുന്നു. മരിക്കാത്ത ഇയാളെ ചൈനക്കാരൻ ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഇതേസമയം യൂജോങ് വിറ്റ്നസിനെ വിളിക്കുന്നുണ്ട്. സാങ്ങുനെ ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് ഉറക്കി കിടത്തിയിട്ടുണ്ട്, പ്ലാനുമായിട്ട് മുന്നോട്ടേക്ക് പോകുമല്ലേ എന്ന് പറഞ്ഞു. അതായത് രാത്രി ആ റിസോർട്ടിലോട്ട് യൂജോങ് സാങ്ങുനെ കൊന്നതെല്ലാം വിറ്റ്നസും അവളും തമ്മിലുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ശേഷം വിറ്റ്നസ് വന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടുക, അതാണ് പ്ലാൻ. എന്നാൽ അതിനിടയിലല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. ചൈനക്കാരനാണെങ്കിൽ ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ കഴിയുമല്ലോ. എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് യൂജോങ്ങിന്റെ മെസ്സേജ് കാണുന്നത്. ഈ സമയം നല്ലൊരു ഐഡിയ വിറ്റ്നസിന്റെ മനസ്സിലോട്ട് വരും. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കിക്കോളാം, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് ചൈനക്കാരൻ ഇവൻ പറഞ്ഞേക്കും. ശേഷം കാര്യമെല്ലാം വിളിച്ചവൻ യൂജോങ്ങിനോട് പറയും. അങ്ങനെയാണ് ഫ്രണ്ടിന്റെ അച്ഛൻ മരിച്ചു എന്നും പറഞ്ഞ് യൂജോങ് ഇവരെയും കൊണ്ട് കാർ എടുത്തു പോകുന്നത്. ഇവരുടെ കാറിനെയും കാത്ത് മുകളിൽ കടക്കാരന്റെ അച്ഛനെയും കൊണ്ട് വിറ്റ്നസ് ഉണ്ട്. ഇവരവിടെ എത്താനായതും യൂജോങ് സാങ്ങുന്റെ ശ്രദ്ധ മാറ്റും. ഈ സമയം വിറ്റ്നസ് ബോഡി താഴേക്ക് തള്ളിയിടും. ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം നടന്നത്. ഇപ്പൊ കട്ടാകുമ്പോൾ തീപിടുത്തത്തിന് 6 മണിക്കൂർ മുന്നേ കടക്കാരന് ഇപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി ചൈനക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ ഇത് വിറ്റ്നസിനോട് പറയും. ഇനി അവൻ പറയുന്നത് എങ്ങാനും കള്ളമാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ഞാൻ അവനെ തീർക്കും. അല്ല, നിനക്ക് ഇതിനെ ചൈനയിലോട്ട് പോകാൻ എത്രയ്ക്ക് ധൃതി? എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതായത് ഇവൻ ആ പോലീസുകാരൻ ജിഹുനെ കൊന്നിട്ടല്ല വന്നേക്കുന്നത്. ജിഹുന്റെ ബോഡി ഇപ്പോൾ പോലീസുകാർക്ക് കിട്ടിയിരിക്കുവാണ്. അതുപോലെ CCTVയിൽ നിന്നും ചൈനക്കാരന്റെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ ബാഗും സാധനങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കടക്കാരന്റെ അച്ഛന്റെ ID കാർഡ് കിട്ടും. ഇതേ സമയം കടക്കാരനെ നോക്കിയ ഒരു കാറൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുവാണ്. അതായത് പൈസ കിട്ടിയെന്നൊക്കെ ഇവൻ കള്ളം പറഞ്ഞതാണ് ചൈനക്കാരനെ വിളിച്ചു വരുത്തി കൊല്ലാൻ. അകത്ത് കയറുന്ന ചൈനക്കാരനെ തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് കൊല്ലുന്നു. അതാണ് അവന്റെ പ്ലാൻ. അതിനുവേണ്ടി ഒരുപാട് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ചൈനക്കാരൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ എത്തിയിട്ട് തരാമെന്നും പറഞ്ഞ് ചൈനക്കാരനെയും കാതെ കയറ്റി കൊണ്ടുപോകും. പിറകെ തന്നെ ഒരു കാറിൽ വിറ്റ്നസും ഫോളോ ചെയ്യുന്നുണ്ട്. സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇവരുടെ വണ്ടിയുടെ അടുത്തേക്ക് പോലീസുകാരൻ ചെക്കിങ്ങിന് വേണ്ടി വരും. ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഗുഹയിൽ ഇപ്പൊ അടുത്ത് 2 ഡെഡ് ബോഡീസ് കിട്ടി, ഞങ്ങളിപ്പോൾ ഇയാളെ അന്വേഷിക്കുവാണെന്ന് പറയും. ആ ഫോട്ടോയിലുള്ളത് വിറ്റ്നസ് ആണ്. അതായത് സാങ്ങുന്റെയും യൂജോങ്ങിന്റെയും ബോഡിയാണ് ഈ പോലീസുകാരൻ പറയുന്നത്. സാങ്ങുന്റെ പിറകെ ഉണ്ടായിരുന്ന കപ്പിൾസ് ഈ വിറ്റ്നസ് കൊല്ലുന്ന കാര്യമൊക്കെ കണ്ടതാണല്ലോ. എന്നിവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്ന വിറ്റ്നസ് ഈ ഒരു ചെക്കിങ്ങിന്റെ കാര്യമൊക്കെ കണ്ട് കാർ അവിടെ ഉപേക്ഷിച്ച് നേരെ കാട്ടിലോട്ട് ഓടും. കടക്കാരൻ ചൈനക്കാരനെ കൊണ്ടുവരുന്നത് ആ ഒരു ബിൽഡിങ്ങിലോട്ട് തന്നെയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരുപാട് വരുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുന്നു എന്ന് കടക്കാരൻ പറയുന്നുണ്ട്. ഞാൻ ഒരു തവണ കൂടെ പറയാം, നീ നിന്റെ ജോലി നേരെ ചൊവ്വേ ചെയ്തിട്ടില്ല, എന്നിട്ടും പൈസ ചോദിക്കുന്നത് ശുദ്ധ മണ്ടത്തരവാ. ഞാൻ നിന്റെ അച്ഛനെ കൊന്നു, അതിനുള്ള പൈസയാണ് ചോദിക്കുന്നത്. എന്നെ പോലീസുകാർ പിടിച്ചാൽ പിറകെ നിന്നെയും പിടിക്കും. അതുകൊണ്ട് പോയി പൈസ എടുത്തോണ്ട് വാ. ശരി, ഞാൻ പൈസ എടുത്തിട്ട് വരാം, എല്ലാത്തിനും ഇവിടെ കൊണ്ട് അവസാനം ഉണ്ടാക്കാം. അങ്ങനെ ഇവൻ നേരെ കാറിന്റെ പിറകിലോട്ട് പോയിട്ട് അവിടെ ഒരു ടൈമർ ഓണാക്കി വെക്കും. എന്നിട്ട് നേരെ അവിടെ നിന്നൊരു ബാഗ് എടുത്തോണ്ട് നേരെ സീറ്റിൽ വന്നിരിക്കും. ആ ബാഗ് ഇവൻ നേരെ പൈസയാണെന്നും പറഞ്ഞ് ചൈനക്കാരന് കൊടുക്കുകയും ചെയ്യും. എന്നാൽ തുറന്നു നോക്കുമ്പോൾ അതിൽ മൊത്തം പേപ്പർ കട്ടിങ്സ് ആണ്. എന്താടാ നീ കളിക്കുവാണോ? പെട്ടെന്ന് ബാക്കിലുണ്ടായിരുന്ന ഫോണിൽ നിന്ന് ടൈമർ ഓഫായി അലാം റിങ് ചെയ്യും. ചൈനക്കാരന്റെ ശ്രദ്ധ ഒന്ന് പാളി പോകുന്ന സമയം കടക്കാരൻ ആക്രമിക്കും. എന്ന് ഇതുപോലെ ഒരുപാട് കളികൾ കണ്ടിട്ടുള്ളതും ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുമായിട്ടുള്ള ചൈനക്കാരൻ നേരെ ഇവനെയാണ് ആക്രമിക്കുന്നത്. ചൈനക്കാരൻ കടക്കാരനെ ബിൽഡിങ്ങിനകത്ത് ഒരു ചെയറിലായിട്ട് കിട്ടിയിട്ടും അങ്ങോട്ടേക്ക് ഇപ്പോൾ പോലീസുകാരന്റെ കണ്ണ് വെട്ടിച്ച് വിറ്റ്നസും വരുന്നുണ്ട്. ന്യൂസിലൊക്കെ ആണെങ്കിൽ വിറ്റ്നസിന്റെ ഫോട്ടോ സഹിതം കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നേരെ ചൊവ്വേ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന കാര്യം ഇയാൾക്ക് മനസ്സിലായി. ആദ്യം നമുക്ക് ഇവനെ ഡീൽ ചെയ്യാം, എന്നിട്ട് ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് ചൈനക്കാരൻ പറയുമ്പോൾ ഇനി ആ പൈസ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മുഖം എല്ലാവരും കണ്ടില്ലേ?
ഒരു ചൈന ബോട്ട് വരുന്നുണ്ട്, നമുക്ക് അതിലെ കയറി രക്ഷപ്പെടാം. ഈ ഏരിയയൊക്കെ മൊത്തം അടച്ചു പൂട്ടിയിരിക്കുക, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോഴാണ് വിറ്റ്നസിന്റെ ശ്രദ്ധ പെട്ടെന്ന് കടക്കാരനിലോട്ട് പോകുന്നത്. ഇവൻ ഏതാണ്ട് എന്റെ അതേ ഹൈറ്റും വെയിറ്റും അല്ലേ എന്ന് ചോദിച്ച് എന്തോ തീരുമാനിച്ച് ഇവൻ ചിരിക്കുന്നതും കാണാം. കടക്കാരനെ ഈ ചൈനക്കാരൻ കൊല്ലാനായിട്ട് പോകുന്നതും വിറ്റ്നസ് ഈ ചൈനക്കാരന്റെ കഴുത്തിനായിട്ട് കുത്തും. ശേഷം താഴേക്ക് തള്ളിയിടുവാണ്. അയാൾ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടും. ഇപ്പൊ കടക്കാരന് ബോധം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ വിറ്റ്നസിനെ കണ്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ കടക്കാരന്റെ തന്റെ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. ശ്രദ്ധിച്ചേക്ക്, ഇന്ന് തൊട്ട് നീ ഞാനാണ്, ഞാൻ നീയും. എന്താടാ പ്രാന്ത നീ പറയുന്നേ, എന്നെ അഴിച്ചുവിട്. നിനക്കൊന്നും മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഇനി തൊട്ട് നീ ആവാൻ പോവാ ഞാൻ. ഈ മൊമെന്റ് തൊട്ട് ഞാനാണ് പാക് ജിയോങ്. അതായത് പാക് ജിയോൺ എന്ന് പറയുന്ന ആ വ്യക്തി, ജിയോണിന്റെ ജീവിതം നശിപ്പിച്ചവൻ. അത് ശരിക്കും ഈ വിറ്റ്നസ് അല്ല, ഈ കടക്കാരനാണ്. തന്റെ മകൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഇയാളുടെ അച്ഛൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? അത് ജിയോണിന്റെ കേസിനെ കുറിച്ചാണ്. വിറ്റ്നസ് അവിടെ എല്ലാം നടന്ന് മണ്ണെണ്ണ ഒഴിക്കും. കടക്കാരൻ ഇവിടെ വെന്ത് മരിക്കുകയാണെങ്കിൽ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ കടക്കാരനെ വിറ്റ്നസ് ആയിട്ട് തെറ്റിദ്ധരിക്കും. അങ്ങനെ ഇവിടുത്തെ ആ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെയാണ് ഇവന്റെ മനസ്സിൽ. തന്നെ കൊല്ലരുതെന്നും പറഞ്ഞ് കടക്കാരൻ കരയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ എവിഡൻസ് അവിടെ മൊത്തം തീയിടും. ആ ഒരു തീയിൽ കടക്കാരൻ വെന്ത് മരിക്കുവാണ്. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വിറ്റ്നസ് അത് നോക്കി നിൽക്കും. പക്ഷെ ആക്ച്വലി കടക്കാരൻ, അതായത് റിയൽ പാക് ജിയോങ്, അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. തീ കത്തി പടരുന്നതും കണ്ട് വിറ്റ്നസ് അവിടെ നിന്ന് മുങ്ങാൻ പോകുന്ന സമയം ഒരു ഭിത്തി മൊത്തമായിട്ട് അവന്റെ മേലേക്ക് ഇടിഞ്ഞു വീഴും. അവിടെ കിടന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ ഓൾറെഡി എല്ലായിടത്തും സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇവന്റെ ദേഹത്തേക്കും പടരും. പിന്നീട് ഇവന്റെ ബോഡി കണ്ടുപിടിക്കുന്നതും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഇതേ സമയം ജോമിൻ, അതായത് ജിയോന്റെ ബോയ് ഫ്രണ്ടിനെ നോക്കുമ്പോൾ ഇവള് ഹോസ്പിറ്റലിൽ നിന്ന് വിറ്റ്നസിന്റെ പിറകെ ഓടുന്നതും അവനോട് സംസാരിക്കുന്നതെല്ലാം ആദ്യം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വിറ്റ്നസ് പോയി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മടങ്ങുമ്പോഴാണ് ജോമിൻ നിൽക്കുന്നത് ഇവളും കാണുന്നത്. നിനക്ക് അവൻ അറിയാവോന്ന് ചോദിക്കുന്ന ജോമിനോട്, നീ ലൈഫിൽ ആരെങ്കിലും അത്രത്തോളം വെറുത്തിട്ടുണ്ടോ? അവരെ കൊല്ലണമെന്ന് തോന്നാൻ മാത്രം പലരും ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഈ പാക് ജിയോങ് നിനക്ക് അങ്ങനെ ഒരാളാണോ? അവള് പെട്ടെന്ന് മാറ്റി പറയും, അല്ല, ഞാൻ ആളെ തെറ്റിദ്ധരിച്ചതാ. എന്തോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓക്കെയല്ല, അതുകൊണ്ട് വായി തോന്നിയതൊക്കെ പറയുന്നത്. ഇതേ സമയം വിറ്റ്നസ് വന്നിട്ടുള്ളത് പാക് ജിയോങ്, അതായത് കടക്കാരന്റെ വീട്ടിലോട്ടാണ്. ഇവൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ലല്ലോ, നല്ല പെയിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മെഡിസിനും കഴിക്കുന്നുണ്ട്. ഇനി തൊട്ട് താൻ ജീവിക്കേണ്ടത് പാക് ജിയോങ് ആയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവ ശ്രമിക്കുന്നുണ്ട്. കട്ടാകുമ്പോൾ രാത്രി ജോയോൺ മെഡിക്കൽ ലോക്കർ തുറന്ന് അതിൽ നിന്ന് ഏതോ ഒരു മെഡിസിൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതായത് വിറ്റ്നസ് കഴിക്കാറുള്ളത് പോലത്തെ മെഡിസിൻ. ശേഷം ആരെയോ കോൾ ചെയ്ത് എനിക്ക് ഇക്കാര്യം ചെയ്തു തരണം എന്നും പറയും. കട്ടാകുമ്പോൾ രാവിലെ തന്നെ വിറ്റ്നസിന് ഒരു കോൾ വരും. വിളിക്കുന്നത് ആ ഇൻഷുറൻസ് മാനേജറാണ്. പൈസ റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അത് കേട്ടതും ഇവനങ്ങ് വല്ലാത്ത സന്തോഷം. ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മതിയോ, അത് അങ്ങോട്ടേക്ക് വരണോ? എന്നാൽ ഇൻഷുറൻസ് മാനേജർ പറയും, പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഈ പൈസ വേറൊരാളുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി തനിക്ക് ആ പൈസ കിട്ടണമെങ്കിൽ അയാളെ പോയി കണ്ടേ പറ്റൂ. ഇവൻ ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയമായിരിക്കും അങ്ങോട്ടേക്ക് കയറി വരുന്ന ഹാങ്ങുമായിട്ട് കൂട്ടിമുട്ടുന്നത്. പോയിട്ട് ധൃതി ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും മൈൻഡാക്കാതെ വിറ്റ്നസ് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ പിറകിന്ന് വിളിച്ച് ഹാങ് അവന്റെ താഴെ വീണ മെഡിസിൻ എടുത്തു കൊടുക്കും. അതും കൊണ്ട് വിറ്റ്നസ് പോവുകയും ചെയ്യും. എന്നാൽ ആ മെഡിസിന് പകരം അതുപോലെ ഇരിക്കുന്ന മറ്റൊരു മെഡിസിനാണ് ഹാങ് കൊടുത്തത്. അതായത് ജോയോൺ തന്നെയാണ് ഈ ഒരു മെഡിസിൻ സ്വാപ്പിങ്ങിന് പിറകിൽ. വിറ്റ്നസ് ആണെങ്കിൽ ഇപ്പൊ നേരെ പോകുന്നത് ചർച്ചിലോട്ടാണ്. അവിടെ കിടന്ന് അല്ലാതെ വിളിക്കുവാണ്, ഇവിടെ ആരും ഇല്ലേ? എന്റെ ഇൻഷുറൻസ് പൈസ മൊത്തം മുക്കിയിട്ട് ഒളിച്ചിരിക്കുവാണോ? ആരും വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കടിച്ചു തകർക്കൂന്നും പറഞ്ഞു. ഇപ്പൊ ഇവന്റെ ശബ്ദം കേട്ട് അവിടേക്ക് ഒരു സിസ്റ്റർ വരും. നിങ്ങൾ പാക് ഡോങ്സിക്കിന്റെ മകനാണോ? ഓ, അപ്പൊ നീയാണല്ലോ പൈസ അയക്കലാക്കി. അപ്പൊ നിനക്ക് ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അറിയാലോ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ നല്ലൊരാളായിരുന്നു, നല്ല സ്വഭാവത്തിനുടമ. നീ നിന്റെ അച്ഛന്റെ തീരുമാനത്തെ മാനിക്കണം. വെറുതെ കഥാപ്രസംഗം പറയാതെ എനിക്ക് ആ പൈസ തിരിച്ചെടുത്താ. അല്ലെങ്കിൽ മറ്റൊരാളുടെ പൈസ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് തെറ്റല്ലേ? അല്ല, അദ്ദേഹം ആ പൈസ ചർച്ചിനാണ് എഴുതി തന്നത്. ഇവിടത്തെ പേഷ്യൻസിനും ഹോസ്പിറ്റലിനും വേണ്ടി അത് ചെലവഴിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞൊരു റെക്കോർഡിംഗും ഈ സിസ്റ്റർ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് കടക്കാരന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. എനിക്കുറപ്പാണ് എന്റെ മകൻ ഈ ഒരു തീരുമാനം ആക്സെപ്റ്റ് ചെയ്യില്ല, അവനൊരു പ്രശ്നം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത തെറ്റുകളെല്ലാം അവനൊരിക്കൽ മനസ്സിലാക്കി പശ്ചാത്തപിക്കുമെന്ന്. അതിനുവേണ്ടിയാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ പൈസ തനിക്കിനി കിട്ടില്ലെന്ന കാര്യം വിറ്റ്നസിന് ഉറപ്പായി. ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ ബെഞ്ചിലായിട്ടിരിക്കുന്ന ജൂയോൺ ഇവൻ കാണുന്നത്. ഇവളെ കാണുമ്പോൾ ഇവൻ ഒന്നുകൂടെ ദേഷ്യം വരും. നീ എന്താ എന്നെ പിറകെ പിന്തുടരുവാണോ? ശരി, കേൾക്കട്ടെ, ഞാൻ എന്താ നിന്നോട് ചെയ്ത തെറ്റ്? ഞാൻ ശരിക്കും അത് കേൾക്കാൻ ക്യൂരിയസ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറ. എന്ന ജോൺ ഒന്നും പറയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. അത് നിനക്ക് പറയാനുള്ള ഗഡ്സ് പോലും ഇല്ലെങ്കിൽ മറന്നു കളഞ്ഞ് മൂവ് ഓൺ ചെയ്യും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന വിറ്റ്നസ് ആണെങ്കിൽ ആ മെഡിസിൻ എടുത്ത് കഴിക്കുന്നുണ്ട്. അതായത് ഇവർ സ്വാപ്പ് ചെയ്ത മെഡിസിൻ. അങ്ങനെ ഇവൻ നടന്ന ആ ഒരു ഇടവഴിയിലോട്ട് കയറുമ്പോഴാണ് ഇവിടെ വെച്ചാണല്ലോ കടക്കാരന്റെ അച്ഛനെ കൊന്നത് എന്നൊരു ഓർമ്മ വരുന്നുണ്ട്. ചാവുന്നതിന് മുന്നേ അയാൾ എന്നെ ശപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ചിരിച്ച് നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്ന ജൂയോണിനെ കാണുന്നത്. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നോട് മാത്രം ഞാനത് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ, ഞാനെല്ലാം പാങ് ചെയ്യാം. അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. നീ ആരാന്ന് പോലും എനിക്കറിയില്ല. കള്ളം പറയാതെ നീ ചർച്ചയിൽ കിടന്ന അച്ഛന്റെ പൈസയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നത് ഞാൻ കേട്ടതാ. ഇതിപ്പോ ഇവൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇവൻ അറിയില്ല. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടെന്ന് വെച്ചോ. നീ ഒട്ടും മാറിയിട്ടില്ല, പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും. ദേഷ്യത്തിൽ ഇവളുടെ അടുത്തേക്ക് വരുന്നതും ഇവനാണെങ്കിൽ ശരീരമൊക്കെ കുഴഞ്ഞു പോവാണ്. അതാരും മെഡിസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. തല കറങ്ങി അവൻ നിലത്തിരിക്കും. ഈ സമയം അവൾ പോക്കറ്റിൽ നിന്നായിട്ടൊരു കത്തിയെടുക്കും. ഇവനെ ഇവിടെ വെച്ച് തീർക്കാൻ തന്നെയാണ് അവളുടെ ലക്ഷ്യം. എന്നാൽ അതിനായിട്ട് മുന്നോട്ട് പോകുന്ന അവളെ ആരോ പിറകിന്ന് വിളിക്കുവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജോമിനായിരുന്നു.
നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടെത്തിയേ? അടുത്തേക്ക് വരരുത്, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നൊക്കെ ഇവള് പറയുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ ജിയോൺ. ഇപ്പൊ നീ അത് ചെയ്താ നിനക്കെല്ലാം നഷ്ടമാവും. വിറ്റ്നസും പറയുന്നുണ്ട് എന്റെ പൊന്നു ഡോക്ടറെ എനിക്കൊന്നും അറിയില്ലാന്ന്. ഇപ്പൊ ജോമിൻ പറയും എനിക്കെല്ലാം അറിയാം. പാക് ജിയോങ്ങിനെ കുറിച്ച് ഞാൻ ഒരാളെ കൊണ്ട് അന്വേഷിപ്പിച്ചു. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. നീ എന്നോട് ക്ഷമിക്കുക. ജിയോൺ പറയും ഇപ്പൊ നിനക്കെല്ലാം അറിയാമെങ്കിൽ നീ ഒരിക്കലും എന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിനക്കറിയാലോ. നിന്നെപ്പോലെ എനിക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ നീ എത്രത്തോളം സഹിച്ചു എന്ന കാര്യം ആലോചിച്ച് നോക്ക്. ഇങ്ങനൊരു മോശപ്പെട്ടവന് വേണ്ടി നീ നിന്റെ ആ ജീവിതം ഇല്ലാണ്ടാക്കുവാണോ? നമുക്ക് പോവാൻ ജിയോൺ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ജിയോൺ. കത്തി നിലത്തിട്ട് അവൾ പൊട്ടിക്കരയും. എന്ന വിറ്റ്നസ് ആണെങ്കിൽ ഇപ്പോഴും പുച്ഛച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ദേഷ്യം തീരെ നിർത്ത അവൻ അടിക്കുവാണ് അവള്. അവിടെ നിന്ന് ജിയോണിനെ കൂട്ടി പോകുന്ന വഴി ജോമിന് ഒരു കോൾ വരുന്നുണ്ട്. ഏതോ ഒരു അങ്കിളാണ് വിളിക്കുന്നത്. ഇവന്റെ ഏതോ ഒരു റിലേറ്റീവിന് അസുഖമാണെന്നും പറഞ്ഞു. ഇന്ന് മൊത്തം ജിയോണിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു അവന്. എന്നെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ജിയോൺ അവനെ പറഞ്ഞേക്കും. കടാകം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത വിറ്റ്നസിന്റെ റെക്കോർഡ് കേട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് ഇതിന്റെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം പോലീസുകാരെ നോട്ടീസ് ചെയ്യുന്നത്. ആ ബിൽഡിംഗിൽ തന്നെ ചേതി കെട്ടിവെച്ചിരിക്കുമായിരുന്നു എന്നാണല്ലോ വിറ്റ്നസ് ഇവർക്ക് കൊടുത്ത മൊഴി. എന്ന് അവനെ കണ്ടെത്തിയത് ആ ഒരു നിലയ്ക്കല്ലല്ലോ. അതിലെന്തോ ഒരു സംശയം ഇയാൾക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ റിയൽ പാക് ജിയോങ്ങിന്റെ ബോഡി മൊത്തത്തിൽ കത്തി നശിച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്ന് DNA സാമ്പിൾസും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വിറ്റ്നസ് ആണെങ്കിൽ ഒരു കണക്കിന് വീട്ടിൽ വന്ന് ഗുളികയൊക്കെ മാറ്റി മറിച്ച് നോക്കുമ്പോഴാണ് തന്റെ ഗുളിക മാറിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്ക് ആ ഒരു ബോധക്ഷയം ഉണ്ടായതെന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ കൂടുതൽ ആലോചിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരാളുമായിട്ട് കൂട്ടിമുട്ടിയ കാര്യവും അയാൾ തനിക്ക് ഗുളിക എടുത്തതെന്ന കാര്യവും മൈൻഡിലോട്ട് വരും. ഈ സമയം ഇപ്പോൾ പോലീസുകാർ ഇവനെ കോൾ ചെയ്യും. ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം, മൊഴിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ലേറ്റ് ആയില്ലേ, നാളെ വരാമെന്നും പറഞ്ഞവൻ കട്ടാക്കും. എന്നാ ഇവൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ് പോലീസുകാർ വീട്ടിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവിടെ നിന്ന് പ്രശ്നമാണെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ വാരിക്കെട്ടി പോകാനൊരുങ്ങുവാണ് വിറ്റ്നസ്. ആ സമയമാണ് അവിടെ നിന്ന് പണ്ടത്തെ ജോയോണിന്റെ ഒരു മാഗസിൻ അവൻ കാണുന്നത്. അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളെ കവറുകളാക്കി വെച്ച ഒരു മാഗസിൻ. അത് കാണുന്നതും ഇവന് നല്ല പരിചയം തോന്നുന്നുണ്ട്. കാരണം ഈ മാഗസിനിൽ അവളുടെ ഫോട്ടോയും കൊണ്ട് യു ജോങ് ഇവന്റെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓൾറെഡി ഗ്രാജുവേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കുറെ കേസിലൊക്കെ പെട്ട് ഓൾറെഡി ഞാൻ ജയിലിലേക്ക് ഇടന്നതുവാ. സ്കൂളിൽ ഏതെങ്കിലും ചെറുക്കന്മാരോട് ചോദിച്ചുകൂടായിരുന്നു. അവരിപ്പോഴും ചെറുപ്പമല്ലേ, ഇത്രയും വലിയ ജോലിയൊക്കെ എങ്ങനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നത് എന്ന് യൂജങ് പറയുന്നത് കേൾക്കുമ്പോൾ ഇവൻ പറയും ഒരു പെണ്ണിനെ കണ്ട ഇല്ലാത്ത ധൈര്യം ആണുങ്ങൾക്ക് വരും. അവളെ കൊണ്ടുചെന്ന് കൊടുക്ക്, അവരുടെ ധൈര്യമൊക്കെ താനെ പുറത്തേക്ക് വരും. അതായത് പണ്ട് ഇങ്ങനെ ഒരു ഐഡിയ യൂജോങ്ങിന് പറഞ്ഞു കൊടുത്തത് ഈ വിറ്റ്നസ് ആണ്. അതായത് ഇത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? പാക് ജിയോണും മറ്റു ചെറുപ്പക്കാരും കൂടെ ജിയോൺ ആക്രമിച്ചത് യൂജോങ് ഇവന്റെ അടുത്ത് നിന്നും കേട്ട കാര്യം വെച്ചാണ്. ഇപ്പൊ വിറ്റ്നസിന്റെ കാര്യമെല്ലാം മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഡോക്ടർ പാക് ജിയോങ്ങിന്റെ പിറകെ നടക്കുന്നതെന്ന്. കട്ടാകുമ്പോൾ ഇപ്പോൾ പോലീസുകാർ വിറ്റ്നസിന്റെ റൂമിലെത്തും. ഡോറൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുമെങ്കിലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലുള്ള കഴിച്ച സാധനങ്ങളിൽ നിന്നും വിറ്റ്നസിന്റെ DNA ഈ പോലീസുകാർ എടുക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ നിന്ന് മുങ്ങിയ വിറ്റ്നസ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ്. ഈ സമയം ഫോണിലേക്ക്, അതായത് പാക് ജിയോങ്ങിന്റെ ഫോണാണല്ലോ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്, ഇന്നാണ് ആ ഡേ എന്നും പറഞ്ഞുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഈ മെസ്സേജ് കണ്ട് ഇന്നെന്താ നാളെയുടെ ബർത്ത്ഡേ എങ്ങാനാണോ എന്നും ചോദിച്ചിരിക്കുമ്പോഴാണ് ആ ബോസും കൂട്ടരും അങ്ങോട്ടേക്ക് വന്ന് ഇവനെയും പൊക്കിക്കൊണ്ടു പോകുന്നത്. ആ ബോസ് പാക് ജിയോന് കൊടുത്ത അവസാന ഡേറ്റ് ഇന്നായിരുന്നു. ഇതേസമയം ജോമിനാണെങ്കിൽ ഇപ്പോഴും ജിയോന്റെ കാര്യം ആലോചിച്ചൊരു സമാധാനവുമില്ല. ഈ സമയം അവള് കോൾ ചെയ്യുന്നുണ്ട്. അവൾ പറയും ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തില് പാക് ജിയോങ് ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ കഴുത്തിൽ ആഞ്ഞു കുത്തി. എന്നാ എത്ര തന്നെ കുത്തിയിട്ടും എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എന്നിപ്പോ ഞാൻ നേരിട്ട് അവനെ കുത്തിയിരുന്നെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കണം തോന്നുന്നത്. എന്തായാലും ഇതെന്റെ ചോയ്സാ, അതോർത്ത് നീ വിഷമിക്കണ്ട. ഇന്ന് ഇവളെ വന്ന് തടഞ്ഞതിൽ ഇവനൊരു സങ്കടം ഉണ്ടായിരുന്നു. താൻ ചെയ്തത് ശരിയാണോ അതോ തെറ്റായി പോയോ എന്നൊരു കൺഫ്യൂഷൻ. അതിപ്പോ ഇവന് മാറുന്നുണ്ട്. അവിടെ നിന്ന് ഇവനൊരു കാർ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട്. ആ കാർ അവനെ കൊണ്ടുപോകുന്നത് ഒരു ഗോഡൌണിലോട്ടാണ്. അവിടെ ചെന്ന് അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഒരാൾ വരും. ആ ബോസ്, കടക്കാരൻ, പൈസ കൊടുക്കാനുള്ള ആൾ. നീ എന്നെ കൊണ്ട് അന്വേഷിപ്പിച്ച കാര്യമില്ലേ, എല്ലാം ശരിയായോ? അതായത് പാക് ജിയോങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ബോസിന്റെ അടുത്ത് നിന്നുമാണ് ഇവന് കിട്ടിയത്. എല്ലാം ശരിയായി നടന്നു എന്നും പറഞ്ഞ് ഇവൻ ബോസിന് താങ്ക്സ് പറയും. ഇന്ന് നിന്റെ ലാസ്റ്റ് വർക്കാണെന്ന് ഞങ്ങൾ കേട്ടു. എന്താ ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇവൻ പറയും അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് മൂവ് ഓൺ ചെയ്യണം, അത്രേ ഉള്ളൂ. ശരി, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതങ്ങനെ അഭിമാനിക്കാൻ പറ്റിയ ജോലിയൊന്നുമല്ലല്ലോ. എന്തായാലും എനിക്ക് ഈ ജോലി ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ സ്റ്റുഡന്റ് ലോൺ അടച്ചു തീർത്തു. ഇപ്പോൾ മാരേജിനും കുറച്ച് പൈസ കിട്ടി. ശരി, നീ ഞങ്ങളെ മിസ് ചെയ്യുകയാണെങ്കിൽ വിളിച്ചോ, എപ്പോഴും എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇയാൾ ഇവനൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നീ വർക്ക് ചെയ്യുമ്പോൾ അവന്റെ എല്ലാം ഇങ്ങെടുത്തേക്ക്. നീ അവനെ ജീവനോടെ വെച്ചാലും ഞങ്ങൾ എന്തായാലും കൊല്ലും. അങ്ങനെ ഇവൻ ഡ്രസ്സ് മാറി ചെല്ലുമ്പോഴാണ് ഇവന്റെ വർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ബോസിനും കൂട്ടർക്കും ആൾക്കാരുടെ ഓർഗൻസ് എല്ലാം എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ഇവനാണ്. അതായത് അന്ന് ആ കടക്കാരനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതേപോലെ ഒരാൾ മറ്റൊരാളുടെ ഓർഗൻസ് എടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്നാൽ അയാളുടെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇവനായിരുന്നു. ഇപ്പൊ വർക്കിന് വേണ്ടി വരുമ്പോഴാണ് തന്റെ മുന്നിലുള്ളത് വിറ്റ്നസ് ആണെന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുന്നത്. അപ്പൊ അവസാനം നീ ഇവിടെ തന്നെ വന്നില്ലേ പാക് ജിയോങ്? ഇവൻ പറയും എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞാനല്ല പാക് ജിയോങ്. എന്നെ അയച്ചുവിടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. എന്റെ ശരിയായ പേര് ബ്യോംജുൻ എന്ന. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീ ക്ലിയറായി നിന്റെ പേര് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ജോമിൻ തന്റെ വർക്കിലേക്ക് കടക്കും. ഇപ്രാവശ്യം അനസ്തേഷ്യ പോലും കൊടുക്കുന്നില്ല. വളരെ ബ്രൂച്ചലായി തന്നെ ജീവനോടെ അവനെ വെട്ടിനുറുക്കി ഓർഗൻസ് പുറത്തേക്ക് എടുക്കും. ജിയോണിന് പകരം ആ പ്രതികാരം ജോമിൻ വിട്ടു. രാവിലെ ജിയോൺ കണ്ണുറക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ജോമിൻ ഉണ്ടായിരുന്നു. നീ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വപ്നവും കാണാണ്ട് ഉറങ്ങിയെന്ന് പറയുവോള്. നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചാലോ? അവൾ പറയും എനിക്ക് എന്റെ അമ്മയെ കാണാൻ പോകണം, കുറെ നാളായി കണ്ടിട്ട്.
അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് ഹോങ് വരുന്നുണ്ട്. അയാളുടെ അടുത്തൊരു ഫയലും ഉണ്ട്. മാഡത്തിന്റെ കേസിൽ ചെറുതായിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ ആയിരിക്കും, വേറെ അങ്ങോട്ടെങ്കിലും മാറണം. അവൾ പറയും, വേണ്ട, എന്നോട് പറയണ്ട, ഇനി എനിക്കൊന്നും അറിയണ്ടാന്ന്. അവളുടെ ഒപ്പീനിയനോട് ഹോങ് യോജിക്കും. തന്റെ കസ്റ്റമറിന്റെ സന്തോഷമാണ് ഹോങ്ങിന് പ്രധാനം. ശരിക്കും ആ ഫയലിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ പാക് ജിയോങ്ങിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഹോങ് അത് കീറിക്കളയും. ഇവിടെ ജോമിനാണെങ്കിൽ ബോസ് തന്ന ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അത് റോളക്സിന്റെ വാച്ചാണ്. ഏതാണ്ട് ഇതുപോലത്തെ വാച്ച് തന്നെ കടക്കാരന്റെ അച്ഛൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. അതങ്ങനെ സംഭവിച്ചതാണോ അതോ എന്തെങ്കിലും മിസ്റ്ററി അതിന് പിറകിലുണ്ടോ എന്ന് ഉറപ്പില്ല. എന്തായാലും താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ജോമിനും വിട്ടു. ഫൈനലി ജൂയോണും തന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ഫ്രീ ആയിരിക്കുവാണ്. വിറ്റ്നസിന് സംഭവിച്ച കാര്യമോ കടക്കാരന് സംഭവിച്ച കാര്യമോ ഒന്നും ഇവർക്ക് അറിയില്ല. എങ്കിലും അതെല്ലാം മറന്നു കളഞ്ഞ് ഇനി തന്റെ ഭാവി ജീവിതവും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവൾ തീരുമാനിച്ചു. ഒരു കണക്കിന് നോക്കിയാൽ അത് നല്ല കാര്യമാണ്. അല്ലായിരുന്നെങ്കിൽ പിന്നീട് അത് അവളുടെ ജീവിതം വേട്ടയാടിയേനെ. എനിവേ എങ്ങനെയാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്? കുറച്ച് സ്ലോ ഒക്കെ ആയിട്ടാണ് വന്നത്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും തെറ്റ് ചെയ്തവർക്കെല്ലാം അർഹിച്ച ശിക്ഷ കിട്ടിയിട്ടുണ്ട്.